സ്നേഹിച്ചിടും, ആമോദമായി നടത്തും. ആപത്തിലും രോഗത്തിലും അഭയമായി നാഥനുണ്ട്. ഭയപ്പെടാൻ ഉലകിൽ ജീവിക്കുവാൻ, ലോകത്തിൽ ശക്തിയെ ജയിച്ചിടുവാൻ യേശുവിൽ ആശ്രയിക്കാം, യേശുവിൽ ആശ്രയിക്കാം, യേശുവിൽ ആശ്രയിക്കാം. സാറേ, ഒരു പാട്ടും കൂടെ ഇട്ടാൽ സന്തോഷമായിരിക്കും, കുഞ്ഞുങ്ങൾ കേൾക്കും കഴിഞ്ഞ ദിവസം പഠിച്ച പാട്ട്. ഹലോ കൂട്ടുകാരെ, എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ഇന്ന് തക്ക സമയത്ത് തന്നെ നിങ്ങൾ എല്ലാവരും VBSന് ഹാജരായി. നിങ്ങൾ എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങൾ എവിടെ നിന്ന് കാണുമ്പോൾ നിങ്ങളെ എല്ലാവരുടെയും വീഡിയോ കാണുന്നുണ്ട്. വളരെ സന്തോഷത്തോടു കൂടിയാണ് എല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ VBS നമുക്ക് ആരംഭിക്കാം.
ആർ യു റെഡി? ഓ, ഒരുപാട് പേരൊക്കെ ചിലരൊന്നും ചെയ്യാതിരിപ്പുണ്ട്. ഒന്നുകൂടെ ചോദിക്കാം, എല്ലാവരും ചേർന്ന് പറയാം. ഓക്കെ, ആർ യു റെഡി? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ ഇന്നത്തെ VBS നമുക്ക് പ്രാർത്ഥിച്ചാരംഭിക്കാം. എല്ലാവരും കണ്ണടച്ച് കൈകൂപ്പി ഇരിക്കണം. ഇന്നത്തെ നമ്മളുടെ VBS പ്രാർത്ഥിച്ചാരംഭിക്കുന്നത് നമ്മളുടെ കോട്ടയം ജില്ലയുടെ ഡയറക്ടർ ആയിരിക്കും, സെൻട്രൽ റീജിയണൽ ഡയറക്ടർ ആയിരിക്കുന്ന തോമസ് എബ്രഹാം സാറാണ്. സാർ നമ്മളോടൊപ്പം ഉണ്ട്. സാറ് പ്രാർത്ഥിച്ച് ഈ VBS ആരംഭിക്കുന്നതായിരിക്കും. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, നിന്റെ എല്ലാ നന്മകൾക്കായിട്ടും അനുഗ്രഹങ്ങൾക്കായിട്ടും കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് കഴിഞ്ഞ 2 ദിവസങ്ങൾ കർത്താവെ VBS ആയിട്ട് കൂടുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് തന്നതായ വലിയ സാവകാശത്തിനായിട്ടും സ്തോത്രം ചെയ്യുന്നു. ഈ 3-ാമത്തെ ദിവസം ഞങ്ങളുടെ VBSന്റെ അവസാനത്തെ ദിവസത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് കയറുവാനായിട്ടൊക്കെ നീ ഇടയാക്കിയല്ലോ. ദൈവമേ, നിങ്ങൾ കേൾക്കുന്നതായിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് അനുഗ്രഹത്തിന് മുഖാന്തരമാക്കി നീ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഭയപ്പെടേണ്ട എന്നുള്ള ചിന്താ വിഷയത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ പഠിച്ചതായിരിക്കുന്ന പാട്ടുകളും വാക്യങ്ങളും കഥകളും എല്ലാം ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കി തീർക്കുവാൻ ഇടയാക്കണമേ. നിങ്ങൾ കേൾക്കുന്നതായ കാര്യങ്ങളും അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. ക്ലാസ്സുകൾ എടുക്കുന്ന പ്രിയപ്പെട്ട സാർമാരൊക്കെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് കാലാവസ്ഥയൊക്കെ നീ അനുകൂലമാക്കി തീർക്കണമേ. ആർക്കും കർത്താവെ നെറ്റിന്റെ പ്രയാസങ്ങളൊന്നും ഉണ്ടാകാതെ അവിടുന്ന് കാക്കണമേ. എല്ലാ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഉന്മേഷ് അൺമ്യൂട്ട് ആണേ. നമ്മുടെ ഇന്നത്തെ VBSന്റെ പ്രോഗ്രാമുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ ന്യൂസ് ചാനലുകളിലൊക്കെ കണ്ടല്ലോ, ഇന്നൊരു പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ടായിരുന്നു. അതായത് ക്രൈസ്തവ ലോകത്തിന് വളരെയേറെ സംഭാവനകൾ കൊടുത്ത, ചിരിയിലൂടെയും അതായത് വളരെ ലളിതമായ നർമ്മത്തിലൂടെ സുവിശേഷം പങ്കുവെക്കുകയും അനേകർക്ക് വെളിച്ചമായി തീർന്ന ബഹുമാനപ്പെട്ട അഭിവാൻ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലീത്ത കാലം ചെയ്തു. നമ്മുടെ CFന്റെ അനുശോചനം ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരിക്കുന്ന ബെഞ്ചമിൻ സാർ ഈ സമയത്ത് അറിയിക്കുന്നതായി. ബെഞ്ചമിൻ സാറ് ഇല്ലെന്നാണ് തോന്നുന്നത്. ബാബു പുല്ലാട് സാറുണ്ട്. സാറ് ആ ചുമതല ചെയ്താൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ബെഞ്ചമിൻ സാറ് ലൈനിലില്ല.
ബെഞ്ചമിൻ സാറ് ചില ടെക്നിക്കൽ പ്രോബ്ലം കാരണം സാറ് പുറത്ത് പോയിരിക്കുമെന്ന്, നെറ്റിന്റെ കവറേജ് കുറവാണ്. ഈ സമയത്ത് ആ ദൗത്യം ബഹുമാനപ്പെട്ട തോമസ് എബ്രഹാം സാർ നിർവഹിക്കുന്നതാണ്. നമ്മളെല്ലാം സ്നേഹിക്കുകയും ഒക്കെയും ചെയ്തിരുന്നതായ മാർത്തോമാ സഭയുടെ മുതിർന്ന ബിഷപ്പ്, അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിൻ്റെ തന്നെ ഒരു മുതിർന്ന ബിഷപ്പ്, ഏറ്റവും കൂടുതൽ കാലം സഭയ്ക്ക് നേതൃത്വം നൽകിയതായിരിക്കുന്ന അഭിവന്യ മെത്രാപ്പൊലിത്ത, വലിയ മെത്രാപ്പൊലിത്ത തിരുമേനി ക്രിസോസ്റ്റം മാർത്തോമ വലിയ മെത്രാപ്പൊലിത്ത തിരുമേനിയുടെ ദേഹവിയോഗത്തിൽ ചൈൽഡ് ഇവാഞ്ചലിസം ഫെലോഷിപ്പ് കേരളയുടെ എല്ലാ വിധമായിരിക്കുന്ന അനുശോചനവും ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം സഭയെ കൂടുതലായിട്ട് ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. ഓക്കെ കൂട്ടുകാരെ, നമ്മുടെ BBSന്റെ പ്രോഗ്രാമുകൾ നമുക്ക് ആരംഭിക്കാം. എല്ലാവരും ഒന്ന് നേരെ ഇരുന്നേന്നോ. ഓക്കെ, റെഡി ആയിട്ടിരുന്നേ. ചില ആളുകൾ താടിക്കൊക്കെ കൈ കൊടുത്തിരിപ്പുണ്ട്, ചില ആളുകള് വേറെ എന്തൊക്കെയോ ശ്രദ്ധിച്ചൊക്കെ ഇരിപ്പുണ്ട്. എന്നാൽ കൊച്ചു കൂട്ടുകാരൊക്കെ ഇങ്ങോട്ട് തന്നെ ശ്രദ്ധിച്ചിരിപ്പുണ്ട്. നമുക്കൊരു ചെറിയൊരു ആക്ടിവിറ്റി ചെയ്യാം. ആർ യു റെഡി? ഓക്കെ ഓക്കെ, റെഡി. അതായത് ഞാന് വാക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ നടക്കുന്നതായിട്ട് കാണിക്കണം. ചിലർ അവിടെ ഇരിക്കുവാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ നടക്കുന്ന ആക്ഷൻ കാണിക്കാമല്ലോ. ഓക്കെ, സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ അങ്ങ് നിൽക്കണം. ഓക്കെ, റെഡി, തുടങ്ങാം. നടക്കാൻ പറ്റുന്നവർക്കും നടന്നിറങ്ങി വേറെ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകരുത്, ആക്ഷൻ മതി. ഓക്കെ, റെഡി, വാക്ക്, സ്റ്റോപ്പ്, വാക്ക്, സ്റ്റോപ്പ്, വാക്ക്, സ്റ്റോപ്പ്. ഓക്കെ, ഇനി ഞാൻ സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വാക്ക് ചെയ്യണം, വാക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, മനസ്സിലായല്ലോ? റെഡി, സ്റ്റോപ്പ്, സ്റ്റോപ്പ്. കുറെ പേരൊക്കെ നിന്നു. ഓക്കെ, വാക്ക്, ചിലർ വാക്ക് ചെയ്യുന്നു. സ്റ്റോപ്പ്, വാക്ക്, സ്റ്റോപ്പ്, സ്റ്റോപ്പ്, വാക്ക്. ഓക്കെ, കുറെയൊക്കെ ആക്റ്റീവായെന്ന് തോന്നുന്നു. അപ്പൊ നമ്മുടെ അടുത്ത് മുദ്രാവാക്യം വിളിയാണ്. ഇന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെയുള്ള രണ്ട് കൂട്ടുകാരാണ്. കൊല്ലത്തുള്ള മന്നയും മഹലുമാണ് ഇന്ന് നമുക്ക് മുദ്രാവാക്യം വിളിച്ചു തരുന്നത്. മന്നയും മഹലും നമ്മളുടെ കൊല്ലത്തെ സ്റ്റാഫായിട്ട് പ്രവർത്തിക്കുന്ന പ്രിൻസി ടീച്ചറിന്റെ മക്കളാണ്. അവർ രണ്ടുപേരുമാണ് നമുക്ക് ഇന്ന് മുദ്രാവാക്യം വിളിച്ചു തരുന്നത്. അതിനുവേണ്ടി മന്നയെയും മഹിലിനെയും ക്ഷണിക്കുകയാണ്. Okay, good evening all friends. From ഇന്ന് നമ്മുടെ CF ക്യാമ്പിന്റെ VBSന്റെ അവസാന ദിവസമാണ്, സമാപന ദിവസമാണ്. ജയ് ജയ് VBS, 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 ജയ് ജയ് VBS. എന്താ നമ്മുടെ ചിന്താ വിഷയം? എന്താ നമ്മുടെ ചിന്താ വിഷയം? എന്താ നമ്മുടെ ചിന്താ വിഷയം? എന്താ നമ്മുടെ ചിന്താ വിഷയം? ഭയപ്പെടേണ്ട, 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 ഭയപ്പെടേണ്ട. നിങ്ങൾ എല്ലാവരും ഉറങ്ങുവാണോ അതോ മുദ്രാവാക്യം വിളിക്കുവാണോ? എല്ലാം മ്യൂട്ട് ചെയ്തിട്ട് വേണം കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ട് ആരും മുദ്രാവാക്യം വിളിക്കരുത്. എന്നാ വീട്ടില് നല്ല ഉറക്കെ മുദ്രാവാക്യം വിളിച്ചോണം. നമ്മുടെ എന്താ പറയാ VBSന്റെ ലാസ്റ്റ് ദിവസമാണ്. ആ ഫുൾ എനർജി കാണണം എല്ലാവരും. ഇപ്പം മഹല് മുദ്രാവാക്യം വിളിക്കുമ്പോ എല്ലാവരും കൂടെ ചേർന്ന് വിളിക്കണം. ഞാൻ അത് പറഞ്ഞു തരും. അവൻ ഏറ്റു പറയുമ്പോ നിങ്ങൾ എല്ലാവരും ഏറ്റു പറയണേ. ജയ് ജയ് VBS, ജയ് ജയ് VBS, ജയ് ജയ് VBS, ജയ് ജയ് VBS. കുഞ്ഞുങ്ങളെ സ്നേഹിപ്പാൻ, കുഞ്ഞുങ്ങളെ സ്നേഹിപ്പാൻ ഭൂവിൽ വന്ന യേശുവേ, ഭൂവിൽ വന്ന യേശുവേ, നിന്നെ ഞങ്ങൾ സ്നേഹിക്കും, നിന്നെ ഞങ്ങൾ സ്നേഹിക്കും, നിന്നെ ഞങ്ങൾ സേവിക്കും, നിന്നെ ഞങ്ങൾ സേവിക്കും. ഭൂവിൽ വന്ന യേശുവേ, ഭൂവിൽ വന്ന യേശുവേ, നിന്നെ ഞങ്ങൾ സ്നേഹിക്കും, നിന്നെ ഞങ്ങൾ സ്നേഹിക്കും, നിന്നെ ഞങ്ങൾ സേവിക്കും, നിന്നെ ഞങ്ങൾ സേവിക്കും. യേശു ക്രിസ്ത്യൻ തോട്ടത്തിൽ, യേശു ക്രിസ്ത്യൻ തോട്ടത്തിൽ പൂക്കളാകും കുഞ്ഞുങ്ങൾ,
യേശു ക്രിസ്തൻ തോട്ടത്തിൽ യേശു ക്രിസ്തൻ തോട്ടത്തിൽ പൂക്കളാകും കുഞ്ഞുങ്ങൾ തലമുറ തലമുറ കൈമാറി യേശു നമ്മുടെ രാജാവ് യേശു നമ്മുടെ രാജാവ് യേശു നമ്മുടെ രാജാവ് യേശു നമ്മുടെ രാജാവ് ക്രൂശ് നമ്മുടെ അടയാളം ക്രൂശ് നമ്മുടെ അടയാളം ക്രൂശ് നമ്മുടെ അടയാളം ക്രൂശ് നമ്മുടെ അടയാളം ആയുധമാണേ 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 വചനം നമ്മുടെ ആയുധമാണേ വചനം നമ്മുടെ ആയുധമാണേ സ്നേഹം നമ്മുടെ സാമ്രാജ്യം സ്നേഹം നമ്മുടെ സാമ്രാജ്യം ആയുധമാണേ 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 വചനം നമ്മുടെ ആയുധമാണേ നമ്മുടെ ആയുധമാണേ സ്നേഹം നമ്മുടെ സാമ്രാജ്യം സ്നേഹം നമ്മുടെ സാമ്രാജ്യം യേശു നമ്മുടെ രാജാവ് യേശു നമ്മുടെ രാജാവ് ക്രൂശ് നമ്മുടെ അടയാളം ക്രൂശ് നമ്മുടെ അടയാളം വചനം നമ്മുടെ ആയുധമാണേ വചനം നമ്മുടെ ആയുധമാണേ സ്നേഹം നമ്മുടെ സാമ്രാജ്യം സ്നേഹം നമ്മുടെ സാമ്രാജ്യം ജയ് ജയ് VBS ജയ് ജയ് VBS ഭയപ്പെടേണ്ട 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 എന്താ നമ്മുടെ ചിന്താ വിഷയം നമ്മുടെ ചിന്താ വിഷയം ഭയപ്പെടേണ്ട 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 ജയ് ജയ് VBS ജയ് ജയ് VBS ജയ് ജയ് VBS ജയ് ജയ് VBS താങ്ക് യു ഓക്കെ, താങ്ക് യു മന്ന ആൻഡ് മഹൽ. വളരെ മനോഹരമായിട്ട് നിങ്ങൾ മുദ്രാവാക്യം വിളിച്ചു. അടുത്തതായിട്ട് നമ്മളുടെ ഏത് സെഷൻ ആണെന്നോ? നമ്മളുടെ സിംഗിങ് സെഷൻ ആണ് അല്ലെ? നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വളരെ മനോഹരമായ പാട്ടുകളൊക്കെ പഠിച്ചു. ആദ്യത്തെ ദിവസം ആക്ഷൻ സോങ് പഠിച്ചു. ആദ്യത്തെ ദിവസം നമ്മുടെ മലപ്പുറത്ത് നിന്ന് മാത്യു സാമുവേൽ സാറും ഗ്ലോറിയും കൂടെ പാട്ട് പഠിപ്പിച്ചു. ഇന്നലെ കൊല്ലത്ത് നിന്നുള്ള നമ്മുടെ പ്രവർത്തകർ പാട്ട് പഠിപ്പിച്ചു. ഇന്ന് നമ്മളെ പാട്ട് പഠിപ്പിക്കാനായിട്ട് വരുന്നത് ആരാണെന്ന് അറിയാമോ? കോഴിക്കോട് ജില്ലയിലെ നമ്മുടെ കൂടാണ്. സ്റ്റാഫ് ഉണ്ട്, വോളണ്ടിയേഴ്സ് ഉണ്ട്. അവരെയൊക്കെ അവര് തന്നെ പരിചയപ്പെടുത്തും. നമുക്ക് വളരെ സന്തോഷത്തോടു കൂടെ എല്ലാവരും നേരെ ഇരിക്കണം കേട്ടോ, നന്നായിട്ട് പാട്ടൊക്കെ പഠിക്കണം. വളരെ സന്തോഷത്തോടു കൂടെ നമുക്ക് കോഴിക്കോട് ജില്ലയിലെ നമ്മുടെ സഹപ്രവർത്തകരെയും വോളണ്ടിയേഴ്സിനെയും ഒക്കെ പാട്ട് പഠിപ്പിക്കാനായിട്ട് ക്ഷണിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും സ്നേഹവന്ദനം. എല്ലാ കൂട്ടുകാരും കൈകൾ ഉയർത്തി ഒന്ന് ചിരിച്ചേ. എല്ലാ കൂട്ടുകാരും കൈകൾ ഉയർത്തി ഒന്ന് ചിരിച്ചേ. മനസ്സിൽ പറയണം താങ്ക് ലോർഡ്. ഓക്കെ കൂട്ടുകാരെ, നമ്മുടെ സിംഗിങ് സെഷനിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഇന്നലെ മിനിഞ്ഞാന്നുമായി നമ്മൾ പഠിച്ച പാട്ടുകളുടെ എല്ലാം വോയിസ് റെക്കോർഡ് ചെയ്ത് നിങ്ങൾ മനോഹരമായി പാടി ഞങ്ങൾക്ക് അയച്ചു തന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അങ്ങനെ അയച്ചു തന്ന എല്ലാ കൂട്ടുകാരോടുമുള്ള നന്ദി അറിയിക്കുന്നു, എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഇന്ന് നമ്മൾ പുതിയ പാട്ടുകൾ പഠിക്കുവാനായിട്ട് പോവുകയാണ്. അതിനു മുൻപായി ഇന്നലെ നമ്മൾ പഠിച്ച പാട്ടിൻ്റെ ആക്ഷനോടുകൂടി ആ പാട്ട് നമ്മൾക്കൊന്ന് ഒന്നിച്ച് പാടാം. എല്ലാ കൂട്ടുകാരും അവരവരുടെ സ്ഥാനത്ത് എഴുന്നേറ്റ് നിന്ന് നിങ്ങളും ഒന്നിച്ച് ആക്ഷൻ ചെയ്യുവാനായിട്ട് പോകുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കുക. യേശുയിടയനാട്ടിൻ കൂട്ടം കുട്ടികൾ ഞങ്ങൾ, യേശുയിടയനാട്ടിൻ കൂട്ടം കുട്ടികൾ ഞങ്ങൾ, യേശുയിടയനാട്ടിൻ കൂട്ടം കുട്ടികൾ ഞങ്ങൾ. ഞങ്ങൾ പേടിക്കയില്ലതിനാൽ, ഞങ്ങൾ പേടിക്കയില്ലതിനാൽ. സിംഹം പുലി കരടി ചെന്നായി ചേർന്നു വന്നാലും ഭീതിയില്ല ഭയവുമില്ല ഞങ്ങൾ കൂട്ടത്തിൽ. യേശു നമ്മൾ നല്ലിടയൻ, ചഞ്ചലം വേണ്ട. ഹല്ലേലൂയ ജയ് ജയ് ജയ്, ഹല്ലേലൂയ ജയ് ജയ് ജയ്. ഓക്കെ കൂട്ടുകാരെ, മനോഹരമായ ആക്ഷൻ
അത് നിങ്ങളെല്ലാവരും നന്നായി ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ കൂട്ടുകാരെ, ഇനി നമ്മൾ പുതിയൊരു പാട്ട് പഠിക്കുവാനായിട്ട് പോവുകയാണ്. ഒരു തമിഴ് സോങ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. കൂട്ടുകാരെ, ചെറിയ ആട്ടിൻകുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ അവരെ? അവര് വളരെ വേഗത്തിൽ തുള്ളി ചാടി ഓടി നടക്കുന്നത് കാണാം. അവർ മതിലിന്മേൽ ചാടിക്കയറും, ഉടനെ താഴെ ചാടി ഇറങ്ങും. അങ്ങനെ അവർ പേടിയില്ലാതെ ഭയമില്ലാതെ ഓടി നടക്കുന്നത് കാണാം. എന്തുകൊണ്ടാണെന്നറിയാമോ? അവർക്ക് അവരെ കരുതുവാനായിട്ട് നല്ല ഒരു ഇടയനുണ്ട്. അതേ കൂട്ടുകാരെ, നമുക്കുമുണ്ട് ഒരു നല്ല ഇടയൻ. ഗുഡ് ഷെപ്പേർഡ് ജീസസ് ക്രൈസ്റ്റ്. യേശു കർത്താവ് നമ്മുടെ നല്ല ഇടയനാണ്. ആ നല്ല ഇടയൻ നമ്മെ ഓരോരുത്തരെയും എങ്ങനെയാണ് കരുതുന്നത് എന്ന് ഇന്ന് നമ്മൾ പഠിക്കുന്ന പാട്ടിൽ പറയുന്നു. ആ പാട്ട് നമുക്കൊന്ന് കേട്ടാലോ? അതേ കൂട്ടുകാരെ, നല്ല ഇടയനായ യേശു കർത്താവ് നമ്മെ ഓരോരുത്തരെയും കൺമണി പോലെയാണ് കാത്തു സൂക്ഷിക്കുന്നത്. കൂട്ടുകാരെ, സ്നേഹവാനായ ദൈവം നമുക്ക് തന്നിട്ടുള്ള കണ്ണിലെ കൃഷ്ണമണിയെ സൂക്ഷിക്കുവാനായിട്ട് കൺപോളകളെ നൽകി തന്നിട്ടുണ്ടല്ലേ. അതുകൊണ്ടാണ് നല്ല സൂക്ഷ്മതമായ ഒരു കേടും കൂടാതെ നമ്മൾ ആ കണ്ണിനെ സൂക്ഷിക്കുന്നത്. ഇതുപോലെ തന്നെ സ്നേഹവാനായ ദൈവം നമ്മെ സൂക്ഷിക്കുവാനും നമ്മെ പരിപാലിക്കുവാനുമായിട്ട് നല്ല ഇടയനായ യേശു കർത്താവിനെ നമുക്ക് നൽകി തന്നിരിക്കുന്നു. ആ യേശു കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. എന്ത് പ്രയാസം വന്നാലും, രോഗം വന്നോട്ടെ, പ്രതിസന്ധികൾ വന്നോട്ടെ, എന്തെല്ലാം ആയാലും നമ്മൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കൂട്ടുകാരെ, യേശു കർത്താവ് ഹൃദയത്തിൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് പറയാം, യേശു കർത്താവ് എൻ്റെ ഇടയനാണ്, അതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കൂട്ടുകാരെ, യേശു കർത്താവ് ഹൃദയത്തിൽ ഇല്ലാത്തതായ കൂട്ടുകാർ അങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ സംശയം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഷമിക്കേണ്ട, നിങ്ങൾക്ക് അതിനുള്ള അവസരമുണ്ട് കൂട്ടുകാരെ. അതുകൊണ്ട് നമുക്ക് ഈ പാട്ട് ധൈര്യത്തോടു കൂടി ഒരു പ്രാവശ്യം കൂടെ പാടിക്കേൾക്കാം. മ്യൂസിക് ഇല്ലാതെ പാടും. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് അതിന്റെ വാക്കുകളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കി അത് പാടുവാനായിട്ട് ശ്രമിക്കുക. சின்ன 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 ஆட்டுக்குட்டி நான் துள்ளி 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 ஓடிடுவேனே. சின்ன 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 ஆட்டுக்குட்டி நான் துள்ளி 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 ஓடிடுவேனே. இயேசு எந்த மேய்ப்பன் என் கூட வருகிறார். இயேசு எந்த மேய்ப்பன் என் கூட வருகிறார். கண்மணி போல் என்னை அவர் காத்து நடத்துவார். கண்மணி போல் என்னை அவர் காத்து நடத்துவார். அதனால் பயமில்லை பயமில்லை பயமை எனக்கு இல்லை. பயமில்லை பயമിல்லை பயமை எனக்கு இல்லை. അപ്പൊ ഇതിന് അടിപൊളിയായിട്ടുള്ള ഒരു ആക്ഷൻ ഉണ്ട്. ഈ രണ്ട് ചേച്ചിമാർ നിങ്ങൾക്ക് ആക്ഷൻ കാണിച്ചു തരും. അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിച്ച് കാണണം കേട്ടോ. ஓடிடுவேனே. இயேசு எந்த மேய்ப்பன் என்
ഇനി നമുക്ക് ഒരുമിച്ച് എല്ലാവരും എണീറ്റ് ചെയ്യുന്നേ. ഇനി നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് മ്യൂസിക്കോട് കൂടി നമുക്ക് ഈ ആക്ഷൻ സോങ് ചെയ്യാം. അതേ കൂട്ടുകാരെ, യേശു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ധൈര്യത്തോടുകൂടി നമുക്ക് പറയാം, എൻ്റെ കൂടെ യേശു കർത്താവ് ഉണ്ട്. നിങ്ങൾ മനോഹരമായി അത് പാടുകയും ആക്ഷൻ ചെയ്യുകയും ചെയ്തു. ഇനി നമുക്കൊരു മലയാളം സോങ് പഠിച്ചാലോ കൂട്ടുകാരെ? ദൈവം ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ആകാശവിധാനത്തിൽ നിർത്തി. എന്തിനാണെന്നറിയാമോ? ഇരുട്ടിൽ വെളിച്ചം കാണാൻ. അതെ, ഇരുട്ടിൽ വെളിച്ചം കാണിക്കുവാനായിട്ട്. കൂട്ടുകാരെ, നമ്മൾ മെഴുകുതിരി കത്തിച്ചു വെക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഇരുളിൽ നമുക്ക് പ്രകാശം നൽകാൻ. ഇരുളിൽ പ്രകാശം നൽകുവാനായിട്ടാണ്. അങ്ങനെയെങ്കിൽ ഭൂമിയിൽ നമ്മെ ഓരോരുത്തരെയും ആക്കി വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? അത് ആ പാട്ടിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ പാട്ടൊന്ന് പാടിക്കേട്ടാലോ? ഒരു ചെറു താരകം പോ, ഒരു ചെറു കൈത്തിരി പോ, വിളങ്ങണം നിനക്കായി നാളുകൾ തീരും വരെ. ഒരു ചെറു താരകം പോ, ഒരു ചെറു കൈത്തിരി പോ, വിളങ്ങണം നിനക്കായി നാളുകൾ തീരും വരെ. കുറവുകളോർക്കാതെ, എൻ വീഴ്ചകൾ കണക്കിടാതെ, എൻ കുറവുകളോർക്കാതെ, എൻ വീഴ്ചകൾ കണക്കിടാതെ, നിൻ കൃപകൾ ചൊരിഞ്ഞെന്നെ നിൻ പാത നടത്തിടണേ. നിൻ കൃപകൾ ചൊരിഞ്ഞെന്നെ നിൻ പാത നടത്തിടണേ. ഒരു ചെറു താരകം പോ, ഒരു ചെറു കൈത്തിരി പോ, വിളങ്ങണം നിനക്കായി നാളുകൾ തീരും വരെ. കൂട്ടുകാരെ, ഈ ഭൂമിയിൽ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ നാളുകൾ തീരുന്നത് വരെയും എന്ന് പറഞ്ഞാൽ ഈ ജീവിതകാലം ഈ ലോകത്തിൽ അവസാനിക്കുന്നത് വരെയും യേശു കർത്താവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി പ്രകാശിക്കുവാനായിട്ടാ, ദൈവത്തിന് വേണ്ടി വിളങ്ങുവാനായിട്ടാ, അവന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ടാണ് കൂട്ടുകാരെ. അങ്ങനെ ഒരു തീരുമാനം എടുക്കുവാനായിട്ടാണ് ഇന്ന് നമ്മൾ ഈ VBSൽ വന്നിരിക്കുന്നത് കൂട്ടുകാരെ. ഒരുപക്ഷെങ്കിൽ അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാം, വീഴ്ചകൾ സംഭവിക്കാം. അറിയാതെ തെറ്റിലകപ്പെട്ടാൽ നാം എന്ത് ചെയ്യണം? യേശു കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ, അങ്ങയുടെ പാതയിൽ തന്നെ എന്നെ നടത്തണമേ എന്ന പ്രാർത്ഥനയോടുകൂടി നാം ജീവിക്കുമ്പോൾ തീർച്ചയായും ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുവാനായിട്ടും ഈ ലോകത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിപ്പാനായിട്ടും പേടിയില്ലാതെ ജീവിക്കുവാനായിട്ടും കൂട്ടുകാരെ നമുക്ക് ഓരോരുത്തർക്കും കഴിയും. ഈ തീരുമാനവും ഈ പ്രാർത്ഥനയും ആയിരിക്കട്ടെ കൂട്ടുകാരെ ഇന്ന് നിങ്ങൾക്ക് എടുക്കുവാനായിട്ടുള്ളത്.
നമുക്ക് ആ പാട്ട് ലൈൻ ബൈ ലൈനായിട്ടൊന്ന് പാടിത്തരാം. നിങ്ങളത് പഠിക്കുവാനായിട്ട് ശ്രമിക്കുക. ഒരു ചെറു താരകം പോൽ, ഒരു ചെറു കൈത്തിരി പോൽ, ഒരു ചെറു താരകം പോൽ, ഒരു ചെറു കൈത്തിരി പോൽ, വിളങ്ങണം നിനക്കായൻ നാളുകൾ തീരും വരെ, വിളങ്ങണം നിനക്കായൻ നാളുകൾ തീരും വരെ. എൻ കുറവുകൾ ഓർക്കാതെ, എൻ വീഴ്ചകൾ കണക്കിടാതെ, എൻ കുറവുകൾ ഓർക്കാതെ, എൻ വീഴ്ചകൾ കണക്കിടാതെ, നിൻ കൃപകൾ ചൊരിഞ്ഞെന്നെ നിൻ പാതി നടത്തിടണേ, നിൻ കൃപകൾ ചൊരിഞ്ഞെന്നെ നിൻ പാത നടത്തിടണേ. ട്യൂൺ എല്ലാവർക്കും കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് മ്യൂസിക്കോട് കൂടി നമുക്ക് ഒരു പ്രാവശ്യം കൂടെ പാടാം. ഒരു ചെറു താരകം പോൽ, ഒരു ചെറു കൈത്തിരി പോൽ, വിളങ്ങണം നിനക്കായൻ നാളുകൾ തീരും വരെ. ഒരു ചെറു താരകം പോൽ, ഒരു ചെറു കൈത്തിരി പോൽ, വിളങ്ങണം നിനക്കായൻ നാളുകൾ തീരും വരെ. എൻ കുറവുകൾ ഓർക്കാതെ, എൻ വീഴ്ചകൾ കണക്കിടാതെ, എൻ കുറവുകൾ ഓർക്കാതെ, എൻ വീഴ്ചകൾ കണക്കിടാതെ, നിൻ കൃപകൾ ചൊരിഞ്ഞെന്നെ നിൻ പാത നടത്തിടണേ, നിൻ കൃപകൾ ചൊരിഞ്ഞെന്നെ നിൻ പാത നടത്തിടണേ. ഒരു ചെറു താരകം പോൽ, ഒരു ചെറു കൈത്തിരി പോൽ, വിളങ്ങണം നിനക്കായൻ നാളുകൾ തീരും വരെ. ഒരു ചെറു താരകം പോൽ, ഒരു ചെറു കൈത്തിരി പോൽ, വിളങ്ങണം നിനക്കായൻ നാളുകൾ തീരും വരെ. കൂട്ടുകാരെ, നിങ്ങൾ ഈ 2 പാട്ടും പഠിച്ചുവെന്ന് വിശ്വസിക്കുന്നു. ഈ 3 ദിവസവും നിങ്ങൾ VBS പഠിച്ച പാട്ടുകളൊക്കെ നിങ്ങൾ കാണാപ്പാഠം പഠിക്കണം. അപ്പൊ ദൈവം നിങ്ങൾ എല്ലാവരും സഹായിക്കട്ടെ. ബൈ ബൈ. ഓക്കെ, വളരെ നന്നായിട്ട് നമ്മുടെ കോഴിക്കോടുള്ള നമ്മുടെ സഹോദരങ്ങള് നമ്മളെ പാട്ട് പഠിപ്പിച്ചു. ആരൊക്കെയാണെന്ന് അറിയാമോ? അവരുടെ പേര് അല്ലെ? ഒരു പേരൊന്ന് പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തിയ അവിടെ ആദ്യം വന്ന് നമ്മളെല്ലാം ഹായ് എന്നൊക്കെ പറഞ്ഞ് ഈ പാട്ട് പരിചയപ്പെടുത്തത് ഷീജ ടീച്ചറാണ്. കൂടാതെ നമ്മൾ കീബോർഡ് ഒക്കെ വായിച്ച ചേട്ടനെ കണ്ടായിരുന്നു. അത് ബ്ലെസ്സിങ് ചേട്ടനാണ്. പിന്നെ പാട്ട് പഠിപ്പിച്ച ഒരു ചേച്ചിയുണ്ട്, യമിത ചേച്ചി. കൂടെ നമ്മളെ നന്നായി ആക്ഷൻ പഠിപ്പിച്ച ഒരു ചേച്ചിയുണ്ട്, അലീന ചേച്ചി. അലീനയുടെ കൂടെ ആർദ്ര എന്ന് പറയുന്ന ചേച്ചി. ഇത്രയും പേര് ചേർന്നാണ് പാട്ട് പഠിപ്പിച്ചത്. വളരെ നന്നായിരുന്നു. ആക്ഷൻ സോങ് ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും നന്നായിട്ട് ചെയ്തു കേട്ടോ. ഓക്കെ, എല്ലായിടത്തും വെള്ള ഡ്രസ്സൊക്കെ ഇട്ടോണ്ട് വരണമെന്ന് പറഞ്ഞു. എല്ലാവരും കൂടുതൽ പേരും വെള്ള ഡ്രസ്സിലൊക്കെയാണ്. ഒരു മോളൊക്കെ എഴുന്നേറ്റിരിക്കുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ശരി ശരി. അപ്പോ ഇനി നമ്മളുടെ VBSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെഷനിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അത് നമ്മൾ വേദപുസ്തകത്തിലെ ഒരു പാഠം പഠിക്കാൻ പോവാം.
വേദപുസ്തകം. വാക്യമാണ് സാറേ. വേദപുസ്തകത്തിലെ പാഠവും പഠിക്കും, അതിനു മുമ്പ് ഒരു വാക്യവും പഠിക്കും. ആ വാക്യവും ഒരു ലെസണും. ഇവരൊക്കെ നന്നായി വാക്യം പഠിക്കുന്ന കൂട്ടുകാരാണ്. അതെ അതെ. അപ്പൊ ഇത് രണ്ടും ഇന്ന് പഠിപ്പിക്കുന്ന ആരാണെന്ന് അറിയാമോ? നമ്മളുടെ ചൈൽഡ് ഇവാഞ്ചലിസം ഫെലോഷിപ്പിന്റെ ഇമോഷണൽ ഡയറക്ടറും തിരുവനന്തപുരം ജില്ലയുടെ ഡയറക്ടറുമായിരിക്കുന്ന നമ്മുടെ KM ഫിലിപ്പ് സാറാണ്. സാർ ഈ 3 ദിവസം നമ്മളോട് കൂടെ ഉണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം സാർ ഒരു ചെറിയൊരു ലെസൺ പഠിപ്പിച്ചു. ഇന്ന് സാറ് നമ്മളെ ഈ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കും. അതിനായിട്ട് ബഹുമാനപ്പെട്ട KM ഫിലിപ്പ് സാറിനെ ക്ഷണിക്കുന്നു. കേൾക്കാവല്ലോ അല്ലേ? സാറേ കേൾക്കാം. ഓക്കെ. നമ്മുടെ ഈ CF കേരളയുടെ ഓൺലൈൻ VBS-ലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഈ ബൈബിൾ ലെസണിലേക്ക് നിങ്ങളെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുക. നിങ്ങളെ എല്ലാവരെയും കണ്ടതിൽ എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും ഈ 2-3 ദിവസങ്ങളിലായി നിങ്ങൾ വളരെ സന്തോഷത്തോടെ, വളരെ പുഞ്ചിരിയോടെ ഈ ക്യാമ്പിൽ നിങ്ങളെല്ലാവരും സംബന്ധിക്കുകയായിരുന്നു. നമുക്കറിയാം, നമ്മുടെ ചിന്താവിഷയം ഇതാണ്, ഡോണ്ട് ബി അഫ്രെയ്ഡ്, ഭയപ്പെടേണ്ട. നിങ്ങളൊന്ന് വായിക്കൂ. അവിടെ നിങ്ങൾ ഉറക്ക വായിക്കണം കേട്ടോ. നിങ്ങൾ അവിടെ ഇരുന്ന് ഉറക്ക വായിക്കണം. ഒന്ന് വായിച്ചേ. ഡോണ്ട് ബി അഫ്രെയ്ഡ്, ഭയപ്പെടേണ്ട, അല്ലെ? ഇതായിരുന്നു നമ്മുടെ ചിന്താവിഷയം, അല്ലെ? നമുക്കറിയാം, ഇത് കോവിഡ് ഒക്കെ പരന്നിരിക്കുന്ന കാലമാണ്. കൊറോണ വന്നിട്ടുണ്ട്, അല്ലെ? പലയിടത്തും ഉണ്ട്, പല സംഭവങ്ങൾ നടക്കുന്നുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന ഒരു സാധനമാണ്. നമുക്ക് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നു നമ്മൾ ഡബിൾ മാസ്ക് ധരിച്ചുകൊണ്ടേ പോകാൻ നോക്കൂ, അല്ലെ? അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നേ, അല്ലെ? അപ്പൊ ഡബിൾ മാസ്ക് വെക്കണം. ഈ മാസ്ക് കോവിഡ് പകരാതിരിക്കാൻ, നമ്മളിലേക്ക് വരാതിരിക്കാൻ ഒരു പരിധി വരെ നമ്മളെ സഹായിക്കും. ഇതാണ് ഏറ്റവും നല്ലൊരു മാർഗം എന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. അവിടെ നിങ്ങൾ പോകുമ്പോഴൊക്കെ മാസ്ക് ധരിക്കും. ഈ മാസ്ക് നമ്മളെ സഹായിക്കുന്നുണ്ട്, അല്ലേ? ഇതിൽ നിന്നാ സഹായിക്കുന്നത്? പ്രൊട്ടക്ട് ഫ്രം COVID-19, അല്ലേ? അതാണ് പറഞ്ഞിരിക്കുന്നത്. COVID-19 നിന്ന് പ്രൊട്ടക്ട് ചെയ്യും, അല്ലേ? അതിനൊരു പരിധി വരെ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു മാസ്കിന് ഒരല്പം കോവിഡിനെ തടയാനായിട്ട് സാധിക്കും, എന്നാൽ പൂർണ്ണമായി പറ്റത്തില്ല. അതുപോലെ ഓരോ കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ കണ്ണാടിയിൽ നമ്മൾ നോക്കുമ്പോൾ കണ്ണാടി നമ്മുടെ മുഖം കാണാനായിട്ട് നമ്മളെ സഹായിക്കും. അങ്ങനെ ഒത്തിരി 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 കാര്യങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. എന്നാൽ നിങ്ങൾക്കറിയാമോ, എല്ലാത്തിനും നമ്മളെ സഹായിക്കാൻ കഴിയുന്ന, നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും സഹായിക്കാൻ കഴിയുന്ന ഒരാളുണ്ട്. അതാണ് ഈ വാക്യത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ആ കർത്താവ് പറയുന്ന കാര്യം നമ്മളൊന്ന് പഠിക്കാൻ പോവുക. പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, The Lord your God who takes hold of your right hand and says to you, do not fear, I will help you. യെശയ്യാ പ്രവചന്റെ പുസ്തകം 41-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. ഞാൻ നിങ്ങൾക്ക് ഇത് മലയാളത്തിൽ എന്റെ ബൈബിളിൽ നിന്ന് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. നോക്കിക്കൂ. ഇങ്ങനെയാണ് യെശയ്യാവ് 41:13 ഇങ്ങനെ പറയുന്നു, നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലങ്കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു. ഇതാ ഈ വാക്യം നമ്മളൊന്ന് പഠിക്കാനായിട്ട് പോവുക. ഇംഗ്ലീഷ് പറയേണ്ടവർ ഇംഗ്ലീഷ് പറയുക, മലയാളം പറയേണ്ടവർ മലയാളം പറയുക. നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമല്ലോ? ഒന്ന് വായിച്ചേ. ഓക്കെ. ഫോർ the Lord your right hand, do not fear, I will help you. മലയാളം കൂടെ വായിക്കാം. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലങ്കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു. ഇത് ആര് പറയുന്നതാണെന്നറിയാമോ? ദൈവം നമ്മോട് പറയുകയാണ്, അല്ലേ? യേശു കർത്താവ് നമ്മോട് പറയാ, ഞാൻ നിന്നെ സഹായിക്കും. ഇത് പഠിച്ചു കഴിഞ്ഞോ? ഓക്കെ. നിങ്ങളുടെ വീട്ടിൽ 2 പേരുള്ള ആളുകളുണ്ടല്ലോ. അപ്പൊ ഒരാള് നോക്കിക്കൊണ്ട് ഇതിനകത്ത് വായിച്ച് അടുത്ത ആളിനൊന്ന് പറഞ്ഞു കൊടുക്കണം. ഒന്ന് പറഞ്ഞു കൊടുത്തേ. നിങ്ങൾ തന്നെ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക്, നിങ്ങളുടെ ചേച്ചിക്ക്, ചേട്ടന്, അനിയന്, അനിയത്തിക്ക് നിങ്ങൾ തന്നെ ഒരാൾ പറഞ്ഞു കൊടുക്കണം. ഒന്ന് പറഞ്ഞു കൊടുത്തേ. 1 സെക്കൻഡ് ഞാൻ നിങ്ങൾക്ക് തരാം. ഞാനൊന്ന് കാണട്ടെ. റെഡി? 1 2 3. വെരി ഗുഡ്. ഓക്കെ. ഓ, വെരി ഗുഡ്. ഒരു കയ്യടി കൊടുത്തേ. എല്ലാരും ഒന്ന് കയ്യടിച്ചേ കേൾക്കട്ടെ. വെരി ഗുഡ്. ഓക്കെ, ശരി. അപ്പം നമുക്ക്
ഒരു പ്രാവശ്യം കൂടെ പറയാം. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നറിയുമോ? 1 1 1 1 2 എന്ന് കൈയടിക്കണം. അത് 3 പ്രാവശ്യം അടിക്കണം അങ്ങനെ. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും പറയാൻ റെഡി ആയിക്കോ. ഐഷയ chapter 41 verse 13. വായിച്ചോ. ഓക്കെ 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 ഐഷയ 41:13. ഓക്കെ, ഇനി മലയാളം. യെശയ്യാവ് 41:13 വായിച്ചോ. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ. വെരി ഗുഡ്, പഠിച്ചു കഴിഞ്ഞല്ലോ. നമുക്ക് ആ കൈയടി ഒന്ന് അടിക്കാം. റെഡി റെഡി, കൈ ഇങ്ങനെ പിടിച്ചോ. റെഡി, 1 1 1 1 2 1 1 1 1 2 1 1 1 1 2. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, നിങ്ങൾ എല്ലാവരും വാക്യം പഠിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, കണ്ടോ, ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? പേടിക്കുക. വാട്ട് ഈസ് ഫിയർ? എന്താ ഫിയർ എന്ന് പറഞ്ഞാൽ? പേടി എന്ന് പറഞ്ഞാൽ എന്താ? പറഞ്ഞിരിക്കും ഇങ്ങനെയാണ്, എ സ്ട്രോങ് ഫീലിംഗ് ദാറ്റ് സംതിങ് ബാഡ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മോശമായ എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നു എന്ന ശക്തമായ ഒരു വികാരം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം, നമ്മൾ നടന്ന് പോകുന്ന വഴിക്ക് പട്ടി വന്നു, പെട്ടെന്ന് പട്ടി വരിക. ഉടനെ നിങ്ങൾ ചിന്തിക്കുന്നത് എന്നാ? അയ്യോ, പട്ടി എന്നെ കടിക്കുമോ, മോശമായത് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നറിയാമോ? പെട്ടെന്ന് അവിടെ നിന്ന് ഒന്നെങ്കിലും ഓടിപ്പോകാൻ നോക്കും. അപ്പൊ എന്ത് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഇല്ലേ, ഒരു വിഷമമില്ലേ, ഒരു വികാരമില്ലേ? അതാണ് ഭയം എന്ന് പറയുന്നത്. ഒന്നുകൂടെ മലയാളം നിങ്ങൾക്കൊന്ന് വായിക്കാമെങ്കിൽ വായിച്ചോ, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് വായിച്ചോ. മോശമായി എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്ന ശക്തമായ വികാരമാണ് ഫിയർ എന്ന് പറയുന്നത്, അല്ലേ? ഇന്ന് നമുക്കറിയാം, ഈ കൊറോണയും കോവിഡും ഒക്കെ വന്നിട്ട് നമുക്കും തോന്നിയിട്ടുണ്ട്, അയ്യോ കോവിഡ് അതുവഴി പോയാൽ ഇങ്ങനെ സംഭവിക്കാം, വരാം, അങ്ങനെ നമുക്കൊരു പേടിയുണ്ട്, അല്ലേ? കർത്താവ് പറയാണ്, വേണ്ട വേണ്ട, വാക്യത്തിലൂടെ പറഞ്ഞിരിക്കുന്നതാ, നിങ്ങൾ പേടിക്കണ്ട, ഡോണ്ട് ബി അഫ്രെയ്ഡ്. ഇതാണ് യേശു കർത്താവ് നമ്മളോട് പറഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ പഠിച്ച കാര്യമുണ്ട്. നമ്മുടെ ചിന്താവിഷയം ഇതായിരുന്നു, ഡോണ്ട് ബി അഫ്രെയ്ഡ്, ഭയപ്പെടേണ്ട എന്നുള്ളതായിരുന്നു നമ്മുടെ ചിന്താവിഷയം, അല്ലേ? എന്തുകൊണ്ടാണ് ഭയപ്പെടേണ്ട എന്ന് കർത്താവ് പറയാനുള്ള കാരണം? അതിൽ നമ്മൾ ആദ്യത്തെ ദിവസം നമ്മൾ പഠിച്ചത് എന്നാന്നറിയാമോ? ദൈവത്തിന്റെ കരം ഉള്ളത് കൊണ്ട്, ഗോഡ്സ് ഹാൻഡ്, ദൈവത്തിന്റെ കരം ഉള്ളത് കൊണ്ട് നമുക്ക് പേടിക്കേണ്ട. കാരണം നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് പെട്ടെന്ന് വീഴാൻ തുടങ്ങിയാൽ യേശുപ്പച്ചൻ നമ്മുടെ കാര്യത്തെ പിടിക്കുക, അല്ലേ? രണ്ടാമത്തെ കാര്യം എന്നാന്നറിയാമോ? പറയുന്നത് എന്താണെന്നറിയാമോ? ഗോഡ്സ് പ്രസൻസ്. ഇന്നലെ സിന്ധു ടീച്ചർ പഠിപ്പിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു, ഏലിയാവ് പോകുന്ന വഴിക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. കെരീത്ത് തോട്ടിൽ ചെന്നപ്പോ അവിടെ ഉണ്ടായിരുന്നു, സരീഫാത്തിൽ ചെന്നപ്പോ അവിടെ ഉണ്ടായിരുന്നു. എല്ലായിടത്തും ദൈവത്തിന്റെ സാന്നിധ്യം ഏലിയാവിന് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ഏലിയാവിന് ഒരു ഭയവും ഉണ്ടായില്ല, അല്ലേ? ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ പേടിക്കാതിരിക്കുന്നതെന്നറിയാമോ? ദൈവം നമ്മെ സഹായിക്കും. ഗോഡ്സ് ഹെൽപ്പ് ഉണ്ട്, ദൈവത്തിന്റെ സഹായമുണ്ട്. അതുകൊണ്ട് ഈ 3 ദിവസങ്ങളിലായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. നിങ്ങളുടെ മനസ്സിൽ ഇത് വെച്ചേക്കണം. ഒന്ന്, ഭയപ്പെടേണ്ടെന്ന് പറയാൻ കാരണം ദൈവത്തിന്റെ കരമുള്ളത് കൊണ്ടും, ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടും, ദൈവത്തിന്റെ സഹായം ഉള്ളത് കൊണ്ടും നമ്മൾ പേടിക്കണ്ട. അതാണ് ദൈവാഗ്രഹം. ഞാൻ പറയാം, അങ്ങനെ ദൈവം സഹായിച്ച ഒരാളെ എനിക്കൊന്ന് പരിചയപ്പെടുത്തണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ആ ആളിനെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. അത് മറ്റാരും അല്ല. ആരാണെന്നറിയാമോ? നമുക്കെല്ലാവർക്കും പരിചയമുള്ള ആളാണ് ഡാനിയേൽ. ഡാനിയേൽ ഒന്ന് പറഞ്ഞേ, ഉറക്കെ ഒന്ന് പറഞ്ഞേ, ഡാനിയേൽ ഒന്ന് കേക്കട്ടെ. വെരി ഗുഡ്. ഡാനിയേൽ. ഡാനിയേൽ എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? ഡാനിയേൽ എന്ന വാക്കിന്റെ അർത്ഥം എന്നാന്നറിയാമോ? ദൈവം നമ്മുടെ ന്യായാധിപതി, ഗോഡ് ഈസ് മൈ ജഡ്ജ് എന്നാണ്. നിങ്ങൾ സൂക്ഷിച്ചു വെച്ചോണം, ചിലപ്പോ ചോദിച്ചേക്കും കേട്ടോ. ക്വിസിന് ചോദിച്ചേക്കും. ദൈവം നമ്മുടെ ന്യായാധിപതിയാണ്, എന്റെ ന്യായാധിപതിയാണെന്നാണ് ഈ ഡാനിയേൽ എന്ന വാക്കിന്റെ അർത്ഥം. ഈ ഡാനിയേൽ എവിടെയാണെന്നറിയാമോ? യെരൂശലേമിലൊക്കെ താമസിക്കുന്ന സമയത്ത് നെബൂഖദ്നേസർ എന്ന് പറഞ്ഞ രാജാവുണ്ടല്ലോ, ഈ രാജാവ് ചെന്നിട്ട് അവിടെയുള്ള ആളുകളെ എല്ലാം പിടിച്ചു. അവിടെ എല്ലാം പിടിച്ചുകൊണ്ട് വന്നതിനകത്ത് ഈ ഡാനിയേലുണ്ട്. ഡാനിയേലിന് ചില സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു.
നിങ്ങൾക്കറിയാമോ, അവര് രാജകൊട്ടാരത്തിൽ ഇങ്ങനെ വന്നിരിക്കും. അപ്പം അവിടെ ഉണ്ടായിരുന്ന രാജാവ് പറഞ്ഞ ഒരു കാര്യം ചെയ്യാൻ, എനിക്ക് അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന ബാലന്മാരിൽ മിടുക്കന്മാരായിട്ടുള്ളവരെയൊക്കെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്, അവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്താൽ കൊള്ളാമെന്നുണ്ട്, അവർക്ക് ട്രെയിനിങ് കൊടുക്കണമെന്നുണ്ട്. 1 വർഷമല്ല 2-3 വർഷത്തേക്കുള്ള ട്രെയിനിങ് കൊടുക്കണം, അതുകൊണ്ട് അവരെ അയച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ദാനിയേൽ ഉണ്ടല്ലോ, ദാനിയേലും ദാനിയേലിന്റെ കൂട്ടുകാർ 3 പേരും ഉണ്ട്. അവരെ ഇങ്ങനെ രാജകൊട്ടാരത്തിൽ കൊണ്ടുവന്നിട്ട് അവിടെ ചെന്നിട്ട് അവിടെ ഒരാളുണ്ടായിരുന്നു, അതിന്റെ ഭക്ഷണത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരാളുണ്ടായിരുന്നു. രാജകൊട്ടാരത്തിൽ കൊണ്ടുവന്നിട്ട് രാജാവിന്റെ നിർത്തി എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇനി ഇവിടെ നിന്നാണ് കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ദാനിയേല് നല്ല മിടുക്കനായിട്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞു, രാജാവേ, ഞങ്ങളെ യെരൂശലേമിൽ നിന്നൊക്കെ പിടിച്ചുകൊണ്ട് വന്നതാണെങ്കിലും ഞങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. ദൈവത്തിന്റെ മക്കളായതുകൊണ്ട് രാജാവ് ഈ പറയുന്ന പോലെ ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഭക്ഷണമൊക്കെ ഞങ്ങൾ കഴിച്ചോളാം, പക്ഷേ ഇവിടുത്തെ ഭക്ഷണം ഒന്നും വേണ്ട, സാധാരണ ഭക്ഷണം ഞങ്ങൾക്ക് തന്നാൽ മതി, ഞങ്ങളെ ഒന്ന് പരീക്ഷിക്കൂ എന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാമോ സംഭവിച്ചത് എന്താണെന്ന്? ദാനിയേൽ അതിന് നേതൃത്വം കൊടുത്തു. കൂട്ടത്തിലുണ്ടായിരുന്ന ദാനിയേൽ, ഹനന്യാവ്, മീസായേൽ, അസരിയാവ്, അല്ലെങ്കിൽ ദാനിയേൽ അവരൊരു വേറൊരു പേരിട്ട് കൊടുത്തു. എന്താണെന്നറിയാമോ? ബേൽഷസ്സറിന് കൊടുത്തു. ഹനന്യാവ് അവർക്ക് കൊടുത്തു ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന് കൊടുത്തു. അവര് 4 പേരുമുണ്ട്. നിങ്ങൾക്കറിയാമോ, ദാനിയേലും കൂട്ടുകാരും നല്ല ലക്ഷ്യബോധമുള്ളവരായിരുന്നു. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? അവർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു, ഞാൻ ദൈവത്തിന്റെ മകനാണ്. യെരൂശലേമിൽ പാർക്കുന്ന സമയത്ത് അവർ ദൈവത്തെ ആരാധിക്കുമായിരുന്നു, ദൈവകാര്യങ്ങളൊക്കെ ചെയ്യും. പ്രിയ കൂട്ടുകാരെ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. നിങ്ങൾ യേശു കർത്താവിന്റെ മകനോ മകളോ ആണെങ്കിൽ നമുക്ക് ആ ഒരു ലക്ഷ്യം നമുക്കുണ്ടെങ്കിൽ, ആ ഒരു ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ, ഞാൻ അങ്ങനെയുള്ളൊരു കുട്ടിയാണ് എന്ന് എല്ലാവരോടും പറയാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ സഹായിക്കും. ദാനിയേലിനെ ദൈവം സഹായിച്ചു. എങ്ങനെയാണെന്നറിയാമോ? അവര് പറഞ്ഞ ഭക്ഷണം ഒന്നും കൊടുത്തില്ല. അവര് നോക്കി 10 ദിവസം നോക്കിക്കഴിഞ്ഞപ്പോ തന്നെ അവർ നല്ല മിടുക്കന്മാരാണെന്ന് കണ്ടു. ഈ 3 വർഷം കഴിഞ്ഞപ്പോഴേക്കും അവരെ നോക്കിയപ്പോ ഉണ്ടല്ലോ, അവിടെ ഉണ്ടായിരുന്ന സഹോദരന്മാരെക്കാളെല്ലാം 10 ഇരട്ടി മികച്ച വിവേകമുള്ള ഒരു നല്ല ആളുകളുമായിട്ട് അവർ കണ്ടെത്താനിടയായി. ഇതിന്റെ കാരണം എന്താണെന്നറിയാമോ? ദൈവം അവരെ സഹായിച്ചു. കാരണം അവർ ദൈവത്തിന്റെ മകനായി തന്നെ അവിടെ നിന്നു. പ്രിയ കൂട്ടുകാരെ, നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഇതാണ്, നമ്മളെയൊക്കെ നമുക്ക് ആരെങ്കിലും വന്ന് നീ ഇനി ദൈവത്തിന്റെ പൈതലൊന്നും ആകണ്ട പോ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ പോകുമോ? ഇല്ല. BBSൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം എന്താ ചെയ്യേണ്ടത്? അവർക്ക് പറയണം, ഞാൻ യേശുവിന്റെ പൈതലാണ്, യേശുവിന് എന്നെ കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്, ആ ഉദ്ദേശം പോലെ ഞാൻ പോകും എന്ന് നിങ്ങൾക്ക് പറയാനായിട്ടുണ്ട്. ദാനിയേലിന് അതുണ്ടായില്ല. പിന്നെന്താ സംഭവിച്ചെന്നറിയാമോ? ദാനിയേലിന് പ്രതിസന്ധികളൊക്കെ വരുന്ന സമയത്ത്, പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ദാനിയേലിന്റെ ഒരു പ്രധാന സ്വഭാവമായിരുന്നു പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു സ്വഭാവം, പ്രാർത്ഥന. ഏത് സമയം 3 നേരം പ്രാർത്ഥിക്കുമായിരുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദാനിയേലിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലൊരു വലിയ പ്രശ്നം വന്നു. സിംഹത്തിന്റെ കുഴിയിലേക്ക് ഇടണം, അതാണ് നിയമം. പ്രാർത്ഥിക്കുന്നെങ്കിൽ രാജാവിനോട് പ്രാർത്ഥിക്കണമെന്നൊരു നിയമം വന്നു. ദാനിയേൽ പറഞ്ഞു, ഇല്ലില്ലില്ല, ഞാൻ സ്വർഗസ്ഥനായ എന്റെ ദൈവത്തോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കൂ. അവന് യെരൂശലേമിന് നേരെ കഥകളൊക്കെ തുറന്നിട്ടിട്ട് അവൻ 3 നേരം പ്രാർത്ഥിച്ചു. ഇത് കണ്ട സുഹൃത്തുക്കളെല്ലാം കൂടെ പറഞ്ഞു, രാജാവേ, അവൻ രാജാവിനോട് പ്രാർത്ഥിക്കുന്നില്ല, ദൈവത്തോടാ പ്രാർത്ഥിക്കുന്നത്, അതുകൊണ്ട് അവനെ സിംഹത്തിന്റെ കുഴിയിൽ ഇടണമെന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാമോ, പ്രാർത്ഥിക്കുന്ന ദാനിയേലിനെ സഹായിക്കാതിരിക്കാൻ ദൈവത്തിന് കഴിഞ്ഞില്ല. പ്രിയ കൂട്ടുകാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ, ദൈവം നിങ്ങളെ നിശ്ചയമായിട്ടും സഹായിക്കാൻ അവൻ തയ്യാറാണ്. എങ്ങനെയാ സഹായിച്ചതെന്ന് കണ്ടോ? അവൻ സിംഹത്തിന്റെ കുഴിയിലേക്ക് വീണ സമയത്ത് സിംഹങ്ങളെല്ലാം ഒരുമിച്ച് അവന്റെ നേരെ വന്നു. അവിടെ വന്ന സമയത്ത് എന്താ സംഭവിച്ചതെന്നറിയാമോ? ഇതാ നോക്കിക്ക്, അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ദാനിയേൽ അവിടെ ചെന്ന സമയത്ത് സിംഹങ്ങളൊക്കെ വന്നെങ്കിലും ആ സമയത്ത് ദൈവം സിംഹങ്ങളുടെ വായടച്ചു. ദാനിയേൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. ദാനിയേലിന് അറിയാമായിരുന്നു, ദൈവം എന്നെ സഹായിക്കും. പ്രിയ കൂട്ടുകാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, പ്രാർത്ഥിക്കുന്ന നിങ്ങളാണെങ്കിൽ, യേശു കർത്താവിന്റെ മകനാണെന്നുള്ള ബോധ്യമുള്ള കുഞ്ഞുങ്ങൾ, ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കുന്ന കുഞ്ഞാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ സഹായിക്കും.
ഇവിടെ നമ്മൾ കണ്ടത് എന്താന്ന് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ട്, എ മാൻ ഓഫ് പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ, ഇന്ദ്രിയജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ വാക്കാണ്. അത് നിങ്ങൾ അത്രയൊന്നും മനസ്സിലാക്കണം. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. എന്താണെന്നറിയാമോ? എന്തെങ്കിലും കാണാനോ കേൾക്കാനോ അറിയാനോ ഉള്ള ഒരു കഴിവ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങളോട് ലളിതമായിട്ട് പറഞ്ഞു തരാം. അപ്പൊ നാം ഭയപ്പെടുന്ന സമയത്ത്, നമ്മൾ പേടിച്ചിരിക്കുന്ന സമയത്ത് ഒരു കൂട്ടുകാരൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും അല്ലേ? എന്റെ കൂടെ ഒരാളുണ്ടല്ലോ എന്നൊരു ചിന്ത വരും അല്ലേ? നിങ്ങൾക്കറിയാമോ, ഡാനിയേലിന് അങ്ങനത്തെ നല്ലൊരു ചിന്തയുണ്ടായിരുന്നു. ഞാൻ എവിടെ പോയാലും ദൈവം എന്റെ കൂടെ ഉണ്ട്. അതറിയാനുള്ളൊരു കഴിവുണ്ടായിരുന്നു. കൂട്ടുകാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ ഒരു കൂട്ടുകാരനായിരുന്ന് ഏത് സമയത്ത് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അങ്ങനെ ബോധ്യപ്പെടാൻ കഴിയുന്നുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് വേണം. ഞാൻ പറയാം, ദൈവവും നമ്മളോട് ഇതുപോലെയാണ്. നമുക്ക് ഒരു ബോധ്യം തരികയാണ്. എങ്ങനെയാണെന്നറിയാമോ? ദൈവത്തിന്റെ വചനത്തിലൂടെയാണ് ദൈവം നമുക്ക് തരുന്നത്. ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നു. എന്താണെന്നറിയാമോ? ദൈവം പറഞ്ഞ കാര്യങ്ങളെല്ലാം ദാനിയേൽ കേട്ടു, മനസ്സിലാക്കി. അതിനനുസരിച്ച് ദാനിയേൽ മുമ്പോട്ട് പോയത് കൊണ്ടാണ് ദാനിയേലിന് പ്രാർത്ഥിക്കാൻ പറ്റിയത്. ദാനിയേൽ നല്ലൊരു ദൈവ കുഞ്ഞായി തന്നെ നിൽക്കാൻ ഇടയായി തീർന്നത്. അത് ദൈവം പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ഒരു മനസ്സുണ്ടായിരുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, ദൈവം നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം നമ്മോട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്നറിയാമോ? ദൈവത്തിന്റെ വചനത്തിലൂടെയാണ്. ദൈവം നമ്മോട് സംസാരിക്കുന്നത് ഈ ദൈവത്തിന്റെ വചനത്തിലൂടെയാണ്. അങ്ങനെ ദൈവവചനം കേൾക്കുന്ന അവർക്ക് ദൈവം ഒരു പ്രത്യേക കഴിവ് കൊടുക്കും, ഒരു എബിലിറ്റി കൊടുക്കും, ഒരു കഴിവ് കൊടുക്കും. ദൈവം എന്റെ കൂടെ കൊണ്ട് എന്നെ സഹായിക്കുമെന്ന് അവർക്ക് ഉറപ്പിച്ചു പറയാനായിട്ട് സാധിക്കും. ദാനിയേലിന് അങ്ങനെ സാധിച്ചു. നോക്കിക്കേ, ദാനിയേൽ അവിടെ ചെന്നിരിക്കുന്ന സമയത്ത് അവസാനം നമ്മൾ കാണുന്നത് എന്താണെന്നറിയാമോ? സിംഹങ്ങൾ ഒരു കേടും ചെയ്തില്ല. നേരം വെളുത്ത സമയത്ത് രാജാവ് വന്ന് വിളിക്കുന്നു, ദാനിയേൽ നീ എവിടെയോ ഉണ്ടോന്ന് ചോദിച്ച സമയത്ത് ദാനിയേൽ പറഞ്ഞു, യേസ്, ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. നോക്കുക, മാൻ ഓഫ് പവർ. അതെങ്ങനെ ആ പവർ കിട്ടിയെന്ന് അറിയാമോ? ദാനിയേൽ അവിടെ കിടന്ന് ദൈവത്തിൽ ആശ്രയിച്ചു. ദൈവമേ, നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊന്നും വരത്തില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു സ്വഭാവം ദാനിയേൽ ഉണ്ടാകും. പ്രിയ കൂട്ടുകാരെ, ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇതാണ്. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങളെ സഹായിക്കാനായിട്ട് കൂടെയുണ്ട്. ആരുടെ കൂടെയാ ഉള്ളത്? കർത്താവിന്റെ മക്കളായിരിക്കുന്ന നിങ്ങൾക്കാണ് അല്ലേ? നിങ്ങളെ സഹായിക്കാനായിട്ട്, പ്രാർത്ഥിക്കുന്ന നിങ്ങളെ സഹായിക്കാൻ യേശു കർത്താവുണ്ട്. ദൈവം പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ സഹായിക്കാൻ യേശു കർത്താവുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഓർക്കണം, നമുക്കാർക്കും സഹായിക്കാൻ പറ്റാത്ത ഒരു വലിയ കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? അതും കൂടെ ഞാൻ പറയാം. നിങ്ങൾ നോക്കി, ക്രൂശിൽ കിടക്കുന്ന യേശു കർത്താവ് ക്രൂശിൽ കിടക്കുമ്പോൾ യേശുവിന്റെ ക്രൂശിൽ 2 കള്ളന്മാർ ഇങ്ങനെ ഉണ്ടായിരുന്നു. അതിലൊരു കള്ളൻ യേശുവിനോട് പറഞ്ഞു, യേശു കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോ എന്നെയും കൂടെ നീ ഓർക്കണേ എന്ന് പറഞ്ഞു. ആ കള്ളന് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആരും സഹായിക്കാനായിട്ടില്ല. ഒറ്റ കുഞ്ഞുങ്ങൾ പോലും സഹായിക്കാനില്ല. ആ അവസാന നിമിഷം ക്രൂശിൽ കിടന്ന് അവൻ മരിക്കാൻ തുടങ്ങിയാണ്. ആ സമയത്ത് അവൻ ഇങ്ങനെ പറഞ്ഞു, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണേ. പ്രിയ കൂട്ടുകാരെ, നിങ്ങളോട് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയട്ടെ, ശാരീരികമായിട്ടുള്ള സഹായങ്ങൾക്കൊക്കെ നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടാകാം, മറ്റു കൂട്ടുകാർ കാണും, ദൈവത്തിൽ ആശ്രയിക്കുന്ന തന്റെ മക്കളെ സഹായിക്കാനായിട്ട് കാണും. എന്നാൽ ഒരു പ്രത്യേക കാര്യം ഞാൻ എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, സ്വർഗത്തിൽ യേശു അപ്പച്ചന്റെ കൂടെ അമ്മ പറഞ്ഞാണ്, നീ എന്നെ കൂടെ ഓർക്കണം എന്ന് പറഞ്ഞാൽ, യേശു കർത്താവ് രാജാവായി വരുന്നൊരു സമയമുണ്ട്. അങ്ങനെ വലിയൊരു രാജ്യമുണ്ട്. ആ രാജ്യത്തിൽ എന്നെയും കൂടെ നീ ഓർക്കണേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? എന്നെയും കൂടെ നീ ചേർക്കണേ, എന്നെ കൂടെ ആ രാജ്യത്തിലാക്കണേ എന്നാ പറഞ്ഞത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇത് ലോകത്തിൽ ഒരു കുഞ്ഞുങ്ങൾക്കും അത് തരാൻ കഴിയത്തില്ല. യേശു കർത്താവിന്റെ മക്കളായി നല്ല മക്കളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ അത് യേശു കർത്താവിന് മാത്രമേ കഴിയുള്ളൂ. യേശു കർത്താവിന് മാത്രം. യേശു കർത്താവിനും ആ ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞു, നീയും എന്നോടുകൂടെ പരദീസയിലിരിക്കും. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മെ എല്ലാവരെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഈ ഭൂമിയിൽ വേറെ ആർക്കും നമ്മളെ സഹായിക്കാൻ പറ്റത്തില്ല. യേശു കർത്താവിന് മാത്രമേ കഴിയുള്ളൂ. യേശു കർത്താവാണ് നമ്മെ സ്നേഹിച്ച് ഈ ഭൂമിയിലേക്ക് വന്നത്. നമുക്ക് വേണ്ടി ആ യേശു കർത്താവ് ക്രൂശിൽ ആണികളിൽ രക്തം ചിന്തി മരിച്ചത്, അടക്കപ്പെട്ടത്, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ആ യേശു കർത്താവ് ജീവിക്കുന്നുണ്ട്. ആ യേശു കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. യേശു കർത്താവിന്റെ മക്കളായി ജീവിക്കുന്ന നിങ്ങളെ സഹായിക്കാൻ അവനുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശു കർത്താവിന്റെ മക്കളല്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുന്നു, യേശു കർത്താവിന് മാത്രമേ നിങ്ങളെ യേശുവിന്റെ മക്കളാക്കി തീർക്കാൻ സാധിക്കൂ.
അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് യേശുവിനോട് പറയണം, യേശു കർത്താവേ, ഞാൻ ചെയ്തിരിക്കുന്ന തെറ്റുകളൊക്കെ എന്നോട് ക്ഷമിക്കണമേ, എന്നെ നിന്റെ പൈതലാക്കി മാറ്റണമേ എന്ന് യേശു കർത്താവിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് യേശുവിന്റെ മകനോ മകളോ ആയിത്തീരാൻ സാധിക്കും. ബൈബിൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്ന് അവനോടും കൂടെ അത്താഴം കഴിക്കും എന്ന് പറഞ്ഞാൽ യേശുവിന്റെ കൂടെ നമുക്ക് വസിക്കാനായിട്ട് സാധിക്കും. ആർക്കെങ്കിലും അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ നമ്മുടെ നെഞ്ചത്ത് ഇങ്ങനെ ഒന്ന് കൈവച്ചിട്ട്, കർത്താവേ, എനിക്കതിനാഗ്രഹമുണ്ട്, ദൈവമേ, എന്നെ നിന്റെ പൈതലാക്കണമേ, നിന്റെ സഹായം എനിക്ക് വേണം, നീ എപ്പോഴും എന്നെ സഹായിക്കാൻ തയ്യാറാണല്ലോ, നിന്റെ ഒരു പൈതലായി ജീവിക്കാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുമോ ഒരു ചെറിയ ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് അവസാനിപ്പിക്കും. കർത്താവേ, ഈ കുഞ്ഞുങ്ങളെ അവിടുന്ന് സഹായിക്കണമേ, നിന്റെ കുഞ്ഞുങ്ങളായി നിന്റെ സഹായത്താൽ ജീവിപ്പാൻ ഞങ്ങൾക്ക് തരണമേ, അങ്ങനെ ഭയമില്ലാതെ ഈ ലോകത്തിൽ ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. യേശുവിന്റെ നാട്ടിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കണമേ. ആമേൻ. ഓക്കെ, ദൈവം നിങ്ങളെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഹലോ കൂട്ടുകാരെ, നമ്മൾ വളരെ മനോഹരമായ ഒരു ബൈബിൾ ലെസൺ കേട്ടു. വാക്യമൊക്കെ ഉണ്ടായിരുന്നു. നന്നായിട്ട് നിങ്ങൾക്കത് മനസ്സിലായെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ടത് ഇന്നലെ നിങ്ങൾ ചെയ്ത ക്രാഫ്റ്റ് വർക്കുകളാണ് നിങ്ങൾ കണ്ടത്. നേരത്തെ അയച്ചു തന്നവരുടെ എല്ലാം ഇതിനകത്തുണ്ട്. ഇന്നലെ നമ്മൾ അതൊക്കെ പറഞ്ഞില്ലേ, പല ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ഉണ്ട്. നല്ലൊരു ടാസ്ക് ആയിരുന്നു. എല്ലാവരും നന്നായിട്ട് അത് ചെയ്തു. ഓക്കെ, ഇത് നമ്മളൊരു റിവ്യൂ ഗെയിമാണ്. ഇന്നത്തെ ടാസ്ക് നിങ്ങൾ പിന്നീട് പറഞ്ഞു തരും. റിവ്യൂ ഗെയിമാണ്. അപ്പൊ റിവ്യൂ ഗെയിമിന്റെ നിയമങ്ങൾ പറയാനായിട്ട് ജിബു സാർ കൊല്ലത്തു നിന്നുണ്ട്. ജിബു സാർ ഇപ്പോ അതിന്റെ സ്ക്രീനൊക്കെ ഷെയർ ചെയ്യും, അതിന്റെ കാര്യങ്ങളൊക്കെ പറയും. പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും ഗെയിം സെക്ഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഗെയിമുകളൊക്കെ നിങ്ങൾ കളിച്ചു കഴിഞ്ഞു. എല്ലാവരും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഗെയിമിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. കാര്യമുണ്ട്, മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ നമ്മളെ ഭയപ്പെടുത്തി, എന്നാൽ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും നിങ്ങളെ ഭയപ്പെടുത്തുന്നില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ലയനാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ, ലയൺ അല്ല നിങ്ങൾ കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ഭയപ്പെടും എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നേരത്തെയൊക്കെ നമ്പറാണ് ഞാൻ കൊടുത്തിരുന്നത്, എന്നാൽ ഇന്ന് നമ്പറല്ല ഞാൻ കൊടുത്തിരുന്നത്. ഇവിടെ എന്താണ് നിങ്ങൾ എടുക്കുന്നത് അത് നിങ്ങൾ സ്പെല്ലിംഗ് കറക്റ്റ് ആക്കി ടൈപ്പ് ചെയ്ത് ഞാൻ അയച്ചു തരാം. ഓക്കെ, പൊന്മിഷ് സാറേ റെഡിയാണ്? ഓക്കെ സാറേ, അപ്പൊ റെഡിയാണ്. അപ്പം ഉത്തരം നമ്മള് ചാറ്റ് ബോക്സിലാണ് അയക്കേണ്ടത്. ജിബു സാറ് ചാറ്റ് ബോക്സ് വളരെ നന്നായിട്ട് വാച്ച് ചെയ്തോണം, ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ലെസൺ നന്നായിട്ട് ശ്രദ്ധിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒന്നാമതായിട്ട് ഉള്ളൊരു ചോദ്യമാണ്, അത് കുറച്ച് നേരം ഇരുന്ന് ടൈപ്പ് ചെയ്യാനുണ്ട്. വാട്ട് ഈസ് ഫിയർ? എന്താണ് ഭയം? വേഗം എഴുതിയേ. ഭയം എന്ന് പറഞ്ഞാൽ ലയണാന്നും. ഉത്തരം എഴുതിയിട്ട് മാത്രമേ അതൊക്കെ ചെയ്യാവൂ. പേടിയെന്ന് പോലും അത് സാർ ഒരു കാര്യം പ്രത്യേകം എഴുതി കാണിച്ചായിരുന്നു. ഓക്കെ കുറെ പേര് എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എഴുതിയിട്ടുണ്ട് സാറേ. ഇനി നിങ്ങൾക്ക് ഏത് വേണമെന്ന് പറഞ്ഞു. വളരെ വേഗമാണ് ചാറ്റ് പോകുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ആളുകളെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. സാറേ, ലയൺ തന്നെയാണ് എല്ലാവരും ആവശ്യപ്പെട്ടത്, അതുകൊണ്ട് ലയൺ തന്നെ കൊടുക്കാം സാർ. ഓക്കെ സാറേ, ഞാൻ ഓപ്പൺ ചെയ്യാം. ശരി, കിട്ടിയിരിക്കുന്നത് മങ്കിയാണ്. അയ്യോ, ഓക്കെ, ശരി. ഇതിന്റെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമായി എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നു എന്ന ശക്തമായ വികാരം. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാല് ദാനിയേൽ എന്ന പേരിന്റെ അർത്ഥം എന്താണ്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ നെയിം ദാനിയേൽ? ഉത്തരങ്ങൾ വരുന്നുണ്ട് വളരെ സ്പീഡിലാണ്. വെരി ഗുഡ്. ശരിയായിട്ടുള്ള ഉത്തരവാണ് വരുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഏത് ജീവി വേണോ സെലക്ട് ചെയ്തേ. ക്രൗൺ പറയുന്നുണ്ട്, എലിഫന്റ് പറയുന്നുണ്ട്, ട്രീ വരുന്നുണ്ട്. സാറെ കൂടുതലും കണ്ടത് ക്രൗൺ ആണെന്ന് തോന്നുന്നു സാറേ. ക്രൗൺ. അതെ സാറേ. ഓക്കെ, ക്രൗൺ നമുക്ക് സെലക്ട് ചെയ്യാം. ക്രൗൺ സെലക്ട് ചെയ്യാം. ക്രൗണാ. ഓക്കെ,
അയ്യോ വീണ്ടും ഭംഗിയാണോ? വീണ്ടും ഭംഗി തന്നെ അയ്യോ വീണ്ടും ഭംഗിയാണല്ലോ സാറേ, എന്താ സാറേ ഇത്? ഓക്കെ, അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, സാറ് വളരെ വ്യക്തമായിട്ട് ഡാനിയലിന്റെ കുറെ ക്യാരക്ടേഴ്സ് പറഞ്ഞു, കുറെ സ്വഭാവ സവിശേഷതകൾ പറഞ്ഞു. അതിനകത്ത് രണ്ടെണ്ണം ഏതെങ്കിലും രണ്ടെണ്ണം, മാൻ ഓഫ് ഡാഷ്, എഴുതുന്നുണ്ട്. ഓക്കെ ഓക്കെ. വന്നുകൊണ്ടിരിക്കുന്നു. കുറെ പേര് ചില ഈ ജീവികളുടെ പേരാ എഴുതുന്നത്, അങ്ങനെ എഴുതരുത്, ആൻസർ ആണ് എഴുതേണ്ടത്. ഓക്കെ, നന്നായിട്ട് ഉത്തരങ്ങളൊക്കെ മാൻ ഓഫ് പവർ, മാൻ ഓഫ് പ്രയർ എന്നൊക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ശരി ശരി. ഓക്കെ, ഇനി ഒരു ജീവിയെ സെലക്ട് ചെയ്ത്. ഒത്തിരി ഉണ്ടല്ലോ സാറേ. സാറേ ഏറ്റവും കൂടുതൽ വന്നത് നോക്ക് സാറേ. ഫിഷ്, ട്രീ ഒരുപാടുണ്ട്. ട്രീ ഒരുപാടുണ്ട്. ട്രീ ഓക്കെ, ട്രീ സെലക്ട് ചെയ്യാം. ഓക്കെ. അയ്യോ സാറേ, ഒരെണ്ണമെങ്കിലും നന്നായിട്ട് കൊടുക്കും സാറേ. തീർച്ചയായും. അടുത്ത ലാസ്റ്റ് ചോദ്യമാണ്, ജീസസ് ക്രൈസ്റ്റ് നമുക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്നാണ് സാറ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പറഞ്ഞത്. ഒരു ചോദ്യം കൂടെ ഉണ്ട്, കഴിഞ്ഞിട്ട് ഒരു ചോദ്യം കൂടെ കേട്ടോ. ജീസസ് ക്രൈസ്റ്റ് എന്താ? ഓക്കെ, പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. ക്രോസ് ഫോർ അവർ സിൻ എന്നൊക്കെ പറഞ്ഞ ആളുകൾ എഴുതുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഏത് വേണം? ഏത് ജീവിയെ വേണം? ഫിഷ് വരുന്നുണ്ട്, എലഫന്റ് വരുന്നുണ്ട്, ബട്ടർഫ്ലൈ വരുന്നുണ്ട്. എലഫന്റ് ആണ് സാറേ കൂടുതൽ വന്നത്. ഫിഷ്, എലഫന്റ്. എലഫന്റ് എടുക്കുക, എലഫന്റ് സെലക്ട് ചെയ്യാം. ഓക്കെ. സാറ് വളരെ ഓക്കെ ഓക്കെ. ഇനി സാറ് ഒരെണ്ണമെങ്കിലും അവർക്ക് നല്ലത് കൊടുക്കും. ഓക്കെ, ശരി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. നമ്മുടെ ഇന്നത്തെ മനപ്പാഠ വാക്യം, അതായത് മെമ്മറി വേഴ്സ് പഠിപ്പിച്ചായിരുന്നു. ആ മെമ്മറി വേഴ്സിന്റെ റെഫറൻസ്, ആ വാക്യം ഫുള്ള് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ട, റെഫറൻസ് മാത്രം. റെഫറൻസ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ചാപ്റ്റർ 41 verse 13. വെരി ഗുഡ്. ഓക്കെ സാറേ, ഫിഷ് ആണ് അവർ ഏറ്റവും കൂടുതൽ എഴുതിയത്. ഫിഷ് ഓക്കെ, ഫിഷ് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, സോറി, ഒരു ചോദ്യം കൂടെ. കൊടുക്കാൻ വേണ്ടി സാറ് കഴിഞ്ഞ 3 ദിവസവും, അതായത് ഫസ്റ്റ് ഡേയിലും സെക്കൻഡ് ഡേയിലും ഇന്നും പഠിപ്പിച്ച ലെസൺസിന്റെ ഹെഡിങ് വളരെ നന്നായിട്ട് എഴുതി കാണിച്ചു. അതായത് ഡോണ്ട് ബി അഫ്രൈഡ്, ഭയപ്പെടേണ്ട. അത് ഏതൊക്കെ കാരണങ്ങൾ ഉണ്ടാണെന്നുള്ള 3 പോയിന്റ്സ് എഴുതി കാണിച്ചു. അതെ അതെ, ഒരാൾ എഴുതി ഗോഡ്സ് ഹാൻഡ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ആൻസർ 3 എഴുതാ. ആദ്യമേ ആൻസർ 3 എഴുതിയിട്ട് മാത്രം ജീവികളെ തിരഞ്ഞെടുത്താൽ മതി. ഓക്കെ, ഗോഡ്സ് ഹാൻഡ്, ഗോഡ്സ് പ്രസൻസ്. ഓക്കെ, ലാസ്റ്റ് ഗോഡ്സ് ഹെൽപ്പ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഏത് റാബിറ്റ് പറയുന്നുണ്ട്, ബട്ടർഫ്ലൈ പറയുന്നുണ്ട്. ഓക്കെ സാറേ, സെലക്ട് ചെയ്യൂ സാറേ. ബട്ടർഫ്ലൈ. ഓക്കെ, ശരി. അയ്യോ സാറേ ഏതെങ്കിലും, ബാക്കി എല്ലാം തുറന്നോ സാറേ എന്ന്. നിങ്ങളുടെ സംശയം. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ജയിച്ചു കേട്ടോ. ടൈപ്പ് ചെയ്തവരെല്ലാവരും, ആൻസർ ശരി ഉത്തരം പറഞ്ഞവരെല്ലാവരും ജയിച്ചിരിക്കും. ഓക്കെ, നമുക്ക് താങ്ക് യു ജിബു സാർ, വളരെ നല്ല ഗെയിം ആയിരുന്നു. ഓക്കെ, ഇനി നമ്മള് മറ്റൊരു പ്രധാനപ്പെട്ട സെഷനിലേക്ക് പോവുകയാണ്. നമ്മൾ നല്ലൊരു ബൈബിൾ ലെസൺ പഠിച്ചല്ലോ. നമ്മുടെ ഈ VBSന്റെ ഒരു ഫൈനൽ ക്ലാസ് ആണ്. നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലും 2 മിഷണറിമാരുടെ ജീവചരിത്രം പഠിച്ചു. ഇന്ന് മറ്റൊരു മിഷണറിയുടെ ജീവചരിത്രം നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. ആ ക്ലാസ് നമുക്ക് എടുത്തു തരുന്നത് ചൈൽഡ് ഇവാഞ്ചലിസം ഫെലോഷിപ്പ് കേരളയുടെ തൃശൂർ ജില്ലയുടെ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ഐസക് സാം സാറാണ്. സാറ് വളരെ റെഡി ആയിട്ടിരിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഐസക് സാം സാറിനെ ഈ ക്ലാസ് എടുക്കാനായിട്ട് ക്ഷണിക്കുന്നു. കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ
ഐസക് അങ്കിളിന്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. മിഷണറി ലെസൺ എന്ന ഈ സെഷനിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഐസക് അങ്കിൾ ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ 3 ദിവസങ്ങളായി പാട്ടുകള്, വാക്യങ്ങള്, കഥകള്, വേദപുസ്തക ചരിത്രങ്ങള്, ഗെയിമുകൾ, മനോഹരമായ ചോദ്യങ്ങൾ, അതിമനോഹരമായ കമ്പ്യൂട്ടർ ഗെയിമുകളൊക്കെ നിങ്ങൾ ഈ VBS കൂടി കളിച്ചു. നിങ്ങൾ വളരെ സന്തോഷത്തോടെ ഇരിക്കുകയാണെന്ന് അങ്കിളിന് അറിയാം. ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്ന നിങ്ങളോട് സന്തോഷത്തോടെ ഇനിയും ചില കാര്യങ്ങൾ പറയുവാൻ ഐസക് അങ്കിളിനും ആഗ്രഹമുണ്ട്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ വേദപുസ്തകത്തെ കേന്ദ്രീകരിച്ച ധാരാളം കാര്യങ്ങൾ കേൾക്കുകയാണ്. കാരണം നമ്മൾ പങ്കെടുക്കുന്ന ഈ പരിപാടിയുടെ പേര് തന്നെ വെക്കേഷൻ ബൈബിൾ സ്കൂൾ എന്നാണ്. അഥവാ VBS. VBS എന്ന ഈ പ്രോഗ്രാമിന്റെ കേന്ദ്ര വിഷയം തന്നെ ബൈബിളാണ്. മിനിഞ്ഞാന്ന് ഐസക് അങ്കിളിന്റെ ഒരു കൂട്ടുകാരൻ അങ്കിളിനോട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഈ അങ്കിൾ ഓരോ സങ്കീർത്തനം ഓരോ ദിവസം വായിച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് അനേകരെ കേൾപ്പിക്കുന്ന ഒരു പരിപാടി തുടങ്ങി. അങ്കിളിന്റെ പേര് എബ്രഹാം മാത്യൂസ് എന്നാണ്. തിരുവനന്തപുരത്താണ് അങ്കിൾ താമസിക്കുന്നത്. എനിക്കത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ഈ അങ്കിൾ അനുസരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതാ നിങ്ങളുടെ സ്ക്രീനിൽ ആ വാക്യം വന്നു കഴിഞ്ഞു. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയമടുത്തിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള വാക്യമാണിത്. അതുകൊണ്ട് ഐസക് അങ്കിൾ ഇത് പഠിപ്പിക്കാൻ കാര്യമില്ല. ഒരു പ്രാവശ്യം ഐസക് അങ്കിൾ ആക്ഷൻ കാണിച്ച് പറഞ്ഞു തരും. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വീട്ടിലിരുന്ന് ആക്ഷനായി ഉറക്കെ പറയണം. ഒരു കാര്യമുണ്ട്, ഇതിനിടയ്ക്ക് ആരും ചാറ്റ് ചെയ്യരുത്. ചാറ്റ് ചെയ്താൽ അത് ഐസക് അങ്കിളിനെ ചീറ്റ് ചെയ്യുന്നത് പോലായി പോകും. ഐസക് അങ്കിളിനെ മാത്രമല്ല, ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ ചാറ്റ് ചെയ്താൽ ദൈവത്തെ കൂടെ ചീറ്റ് ചെയ്യുന്നത് പോലായി പോകത്തില്ലേ? അത് വേണ്ട. ഒരു പ്രാവശ്യം നമുക്ക് ചേർന്ന് ഈ വാക്യം എന്ന് പറയാം. ആർ യു റെഡി? റെഡി ആണെങ്കിൽ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എങ്ങനെ പറയണം? യെസ് യെസ് വി ആർ റെഡി. ഐസക് അങ്കിൾ ചോദിക്കുകയാണ്, ആർ യു റെഡി? യെസ് യെസ് വി ആർ റെഡി. ഓക്കെ, നമ്മൾ പറയാൻ തുടങ്ങുന്നു. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യം. വെരി ഗുഡ്, എക്സലന്റ്. നിങ്ങൾ നല്ല സൂപ്പറായിട്ട് വാക്യം പറഞ്ഞിരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്നാൽ ചില കൂട്ടുകാര് ഇംഗ്ലീഷിൽ ആ വാക്യം കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി ഇതാ ആ വാക്യം ഇംഗ്ലീഷിൽ വരുന്നു. The book of Revelation chapter 1 verse 3 says, Blessed is he that readeth and they that hear the word of this prophecy and keep those things which are written therein, for the time is at hand. The book of Revelation chapter 1 verse 3. Very good. നിങ്ങൾ നന്നായിട്ട് ഇത് പറഞ്ഞു. ഇനി നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ആയിരിക്കട്ടെ. ഇത് നിങ്ങൾ എല്ലാവരും വാക്യം പഠിക്കണം. വിശുദ്ധ വേദപുസ്തകത്തിലെ അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണിത്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളെയാണ് ഈ വാക്യം നമ്മളോട് പറയുന്നത്. വായിക്കുക, വായിച്ച് കേൾപ്പിക്കുക, അനുസരിക്കുക. ഒന്നുകൂടെ പറയാം. വായിക്കുക, വായിച്ച് കേൾപ്പിക്കുക, പ്രമാണിക്കുക അഥവാ അനുസരിക്കുക. ഈ 3 കാര്യങ്ങള് ഐസക് അങ്കിൾ ഇവിടെ എഴുതിയിട്ടില്ല. നിങ്ങളുടെ ഓർമ്മയിൽ ഇത് സൂക്ഷിച്ചോണം. ഓക്കേ, ഇന്ന് നമ്മുടെയൊക്കെ കൈകളിൽ ബൈബിൾ ഉണ്ട്.
നിങ്ങളുടെ വീട്ടിൽ ഒന്നിൽ കൂടുതൽ ബൈബിളുമുണ്ട്. ചിലരുടെ വീട്ടിൽ ഓരോരുത്തർക്കും ഓരോ ബൈബിൾ ഉണ്ട്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്നാൽ ഇന്നത്തെ പോലെ എല്ലാവർക്കും ബൈബിൾ ഇല്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരു പള്ളിക്ക് ഒരു ബൈബിളൊക്കെ കാണത്തുള്ളൂ. 4-5 പള്ളികൾക്ക് ചേർന്ന് ബൈബിളിലെ ഒരു പുസ്തകമേ കാണത്തുണ്ടായിരുന്നുള്ള കാലഘട്ടവും ഉണ്ടായിരുന്നു. ഓരോ പള്ളികൾ ഓരോ ബൈബിൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് നിങ്ങളോടൊന്ന് പറഞ്ഞുകൊണ്ട് ഈ മിഷണറി ചരിത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇംഗ്ലണ്ടിലാണ് നമ്മുടെ ഈ സംഭവം നടക്കുന്നത്. ഇംഗ്ലണ്ടിൽ വെയിൽസ് എന്ന് പറയുന്ന സ്ഥലത്ത് 1784 ജേക്കബ് ജോൺ എന്നും മേരി എന്നും പേരുള്ള ഒരങ്കിളും ആന്റിയും ഈ വെയിൽസിലെ ഒരു ചെറിയ കുന്നിൻ ചെരുവിൽ താമസിച്ചിരുന്നു. തുണി നെയ്യുന്നതായിരുന്നു അവരുടെ ജോലി. പാവപ്പെട്ട ഇവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട നിമിഷം കടന്നു വന്നു. അതാണ് 1784 ഒരു സുന്ദരിയായ പെൺകുട്ടിക്ക് ആ ചേച്ചി ജന്മം കൊടുത്തു. ഈ പെൺകുട്ടി ഒരു മിടുക്കി കുട്ടിയായിരുന്നു കേട്ടോ. നിങ്ങളിൽ പലരും മിടുക്കന്മാരുണ്ട്, പലരും മിടുക്കികളുണ്ട്. അല്ലല്ലോ, എല്ലാവരും മിടുക്കന്മാരാണ്, എല്ലാവരും മിടുക്കികളാണ്. നിങ്ങൾ എല്ലാവരും മിടുക്കന്മാരും മിടുക്കികളുമാണ്. നിങ്ങളെപ്പോലെ ഈ മോള് വളർന്ന് 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 വളർന്നു വന്നു. അവളുടെ ചെറു പ്രായത്തിൽ തന്നെ അവൾ ദൈവത്തോട് കൂടുതൽ അടുത്തു. യേശു കർത്താവിനെ കൂടുതൽ സ്നേഹിച്ചു. അതിനൊരു കാരണമുണ്ടായിരുന്നു. എന്താ കാരണമെന്നറിയാമോ? അവൾ പള്ളിയിൽ പോകുമ്പോൾ പള്ളിയിൽ വെച്ച് അവരുടെ പാസ്റ്റർ അങ്കിൾ, അവരുടെ അച്ഛൻ പള്ളിയിൽ പ്രസംഗ സമയത്ത് പറയുന്ന കാര്യം അവളുടെ ഹൃദയത്തിലേക്ക് വീണു. ആ കുഞ്ഞു ഹൃദയത്തിൽ വീണ സത്യം എന്താണെന്ന് അറിയാമോ? അതായത് പാസ്റ്റർ അങ്കിൾ അവളോട് പ്രസംഗത്തിൽ അവരുടെ ചർച്ചിൽ എല്ലാവരോടുമായി പറഞ്ഞത് ഈ കുഞ്ഞിന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് വീണു. അതിപ്രകാരമാണ്. അവളോടുള്ള ദൈവത്തിന്റെ വലിയ സ്നേഹം ആഴമായ സ്നേഹമാണ്. ആ സ്നേഹവാനായ ദൈവം അവളോട് ചേർന്ന് ഇരിക്കുവാനും ദൈവത്തിന്റെ അരികിലേക്ക് അവളെ കൊണ്ടുപോകുവാനും ആഗ്രഹിക്കുന്നു എന്ന് അവൾ പ്രസംഗത്തിൽ കേട്ടു. പക്ഷേ പാപം എന്ന് പറയുന്ന ഒരു കാര്യം അതിന് തടസ്സമാണെന്നും അതിന്റെ ഫലമായി നരകത്തിലേക്ക് വീണുപോകുമെന്ന് കേട്ടു. അത് കേട്ട ഈ സുന്ദരിക്കുട്ടി പള്ളിയിലിരുന്ന് ആകെ വിഷമിച്ച് കരയാൻ ഒന്ന് തുടങ്ങി. അപ്പോഴാണ് കേൾക്കുന്നത്, എന്നാൽ ഈ തടസ്സമായ പാപത്തിൽ നിന്നും രക്ഷിക്കുവാൻ ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു. അവൻ എന്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിന്മേൽ മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്നു. ആ യേശു കർത്താവിന് നിന്റെ പാപങ്ങളെ ക്ഷമിക്കുവാൻ കഴിയും, നിനക്കൊരു പുതിയ ഹൃദയം തരുവാൻ കഴിയുമെന്ന് പാസ്റ്ററുകൾ പറയുന്നത് കേട്ടു. അപ്പോൾ തന്നെ അവൾ മുട്ടുകുത്തി ഹൃദയത്തിൽ യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു. അവളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവ് ഹൃദയത്തിൽ വന്നപ്പോൾ വലിയ സന്തോഷം. She became great joy which she got a new heart which was so clean. She was so happy. അവൾ ചാടാൻ തുടങ്ങി, അവൾ തുള്ളിച്ചാടാൻ തുടങ്ങി. ഈ സുന്ദരിക്കുട്ടി അന്ന് മുതൽ കൂടുതൽ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങി. ഈ ദൈവത്തെ കുറിച്ച് പാസ്റ്റർ അങ്കിൾ ഒത്തിരി പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോൾ പലപ്പോഴും അവൾ ആഗ്രഹിച്ചിട്ടുണ്ട്, ഈ അങ്കിളിന് ഇത്രയും കാര്യങ്ങൾ എവിടുന്നാ മനസ്സിലായത്? ഒരു ഞായറാഴ്ച അവൾ ചെന്നിട്ട് അങ്കിളിനോട് ചോദിച്ചു. അന്നേരം അവൾക്ക് ഏകദേശം 10 വയസ്സുണ്ട് കേട്ടോ. അങ്കിളെ, ഫ്രം വിച്ച് ബുക്ക് യു ആർ ടോക്കിംഗ് ലൈക്ക് ദിസ്? യു ആർ ടീച്ചിങ് ലൈക്ക് ദിസ്? വാട്ട് എ വണ്ടർഫുൾ തിങ്സ് യു ആർ ഷെയറിംഗ് വിത്ത് മീ. അങ്കിൾ എവിടുന്ന ഇതൊക്കെ പറയുന്നത്? അപ്പൊ പാസ്റ്റർ അങ്കിൾ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, മോളെ, ഇവിടെ ഒരു സ്പെഷ്യൽ ബുക്ക് ഉണ്ട്. Where is the special book? Here is the special book. അങ്കിൾ കാണിച്ചു ഒരു വലിയ പുസ്തകം. ആ പുസ്തകത്തിന്റെ മുകളിൽ ഒരു പേരും എഴുതിയിട്ടുണ്ട്, ദ ഹോളി ബൈബിൾ. ഓ, പരിശുദ്ധ വേദപുസ്തകം. അവൾ അങ്കിളിനോട് ചോദിച്ചു, അങ്കിൾ, വാട്ട് ഈസ് ദിസ്? ഇതെന്താണ് ഈ പുസ്തകം? മോളെ, നിന്നെ സ്നേഹിക്കുന്ന സ്വർഗത്തിലെ ദൈവം, എന്നെ സ്നേഹിക്കുന്ന സ്വർഗത്തിലെ ദൈവം, നമ്മളെല്ലാവരെയും കരുതുന്നവനായ ദൈവം നാം ഭയപ്പെടാതിരിക്കാൻ നമ്മെ സഹായിക്കാൻ ഒരുക്കിയ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സമ്മാനമാണ്. This is what is the word of God which the Lord has given us
to deliver all of us from all fears. ഓ, അത് അവൾക്കൊരു പുതിയ അറിവായിരുന്നു. അങ്കിൾ, അച്ഛൻ അങ്കിൾ, പാസ്റ്റർ അങ്കിൾ, would you please give me this book for mine? അങ്കിൾ പറഞ്ഞു, അയ്യോ, ഒരു പുസ്തകം മാത്രമേ പള്ളിയിലുള്ളല്ലോ, മോള് പ്രാർത്ഥിക്കേ. മോൾക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? 10 വയസ്സുണ്ട്. ഹായ്, 10 വയസ്സുള്ള മോൾക്ക് ബൈബിൾ വായിക്കാൻ അറിയാമോ? അപ്പോഴാ അവൾ ഓർത്തത്, അങ്കിൾ എനിക്ക് ബൈബിള് വായിക്കാൻ അറിയത്തില്ല. അപ്പൊ പാസ്റ്റർ അങ്കിൾ പറഞ്ഞു, മോൾ ആദ്യം എഴുതാനും വായിക്കാനും പഠിക്കണം. അവൾ വളരെ സങ്കടപ്പെട്ടു. വീട്ടിൽ പോയിട്ട് അവൾ മുട്ടുമേലിൽ നിന്ന് നിലവിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു, ദൈവമേ, we don't have school in our village, so I cry to you to give a special school in our village so that I can read and write. I would like to read your word of God, the Bible. അവളുടെ നിഷ്കളങ്കമായ പ്രാർത്ഥന ദൈവം കേട്ടു. അവളുടെ ആ ഒരു പ്രയാസത്തിൽ നിന്ന് വിടുവിച്ചു. ചില നാളുകൾക്ക് ശേഷം ഒരു സന്തോഷ വാർത്ത വന്നു. അവളുടെ ഗ്രാമത്തിൽ ഒരു സ്കൂൾ വന്നു. ദൈവം അവളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തു. God is answering the prayer of the children of God. പ്രിയപ്പെട്ട കൂട്ടുകാരെ, if you are a child of God, God is willing to deliver all of us, each and every one of you and me, from the fear of this pandemic situation. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അവളെ ദൈവം തമ്പുരാൻ സഹായിച്ചു. സ്കൂളിൽ അവൾ പോയി മിടുക്കിയായിട്ട് എഴുതാനും വായിക്കാനും പഠിച്ചു. അവൾ ചർച്ചിൽ വന്ന് പാസ്റ്ററുകളോട് പറഞ്ഞു, പാസ്റ്റർ അങ്കിൾ, now I am able to read and write. ഓക്കേ, പക്ഷേ ബൈബിൾ കിട്ടണമെങ്കിൽ ഈ നാട്ടിലെങ്ങും കിട്ടത്തില്ലല്ലോ. അവൾ വീണ്ടും സങ്കടത്തിലായി. അവിടെ ചർച്ചിൽ കൂടുതൽ സൺഡേ സ്കൂൾ അധ്യാപകൻ അങ്കിളുണ്ട്, ഇവാൻസ് എന്ന പേര്. അങ്കിൾ അവളോട് പറഞ്ഞു, മോളെ, ഇവിടെ നിന്ന് 40 കിലോമീറ്റർ ദൂരത്തിൽ ഒരു സ്ഥലമുണ്ട്, ബാല എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. അവിടെ നിനക്ക് ഈ ബൈബിൾ കിട്ടും. പക്ഷേ വലിയ വിലയാണ്. അതിന്റെ വില കേട്ടപ്പോൾ അവൾ ആകപ്പാടെ ദുഃഖിതയായി. ദൈവത്തോട് പ്രാർത്ഥിച്ചു, വാട്ട് ക്യാൻ ഐ ഡു ടു ബൈ ദ ബൈബിൾ? ദൈവം അവൾക്കൊരു വഴി കാണിച്ചു കൊടുത്തു. അവൾ ജോലി ചെയ്യാൻ തുടങ്ങി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തുവാനും അതിന്റെ മുട്ട ശേഖരിക്കുവാനും കോഴിയെ വിറ്റതിന്റെ പൈസയൊക്കെ സൂക്ഷിച്ചിരിക്കുവാനും തുടങ്ങി. അവളുടെ പണപ്പെട്ടി ഓരോ ദിവസവും പണം കൊണ്ട് നിറഞ്ഞുകൊണ്ടിരുന്നു. അവൾ സന്തോഷത്തോടെ ഓരോ തുട്ട് അതിലേക്ക് ഇടുമ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, എന്റെ കർത്താവേ, എത്രയും വേഗത്തിൽ എനിക്ക് ബൈബിൾ പഠിക്കാനുള്ള പൈസ തരണമേ. നിങ്ങൾക്ക് കേൾക്കണോ, 1-2 ദിവസമോ ആഴ്ചയോ മാസമോ അല്ല, 6 വർഷം she worked hard for the Bible. God blessed her with lots and lots of work and money. അവൾ അത് അടങ്ങിയിരുന്നില്ല. അടുത്ത വീടുകളിലൊക്കെ വാഷിങ്ങിന്, ക്ലീനിങ്ങിന്, അതുപോലെ ഗാർഡനിങ്ങിന് ഒക്കെ പോകാൻ തുടങ്ങി. അങ്ങനെ പ്രിയപ്പെട്ടവരെ, അവൾക്ക് 6 വർഷം കൊണ്ട് പണം കിട്ടുവാൻ തുടങ്ങി. അങ്ങനെ പണം കളക്ട് ചെയ്ത് ഒരു ബോക്സിനകത്താക്കി. അപ്പോഴാണ് അവളുടെ പപ്പായ്ക്ക് അസുഖം വന്നത്. അതിൽ നിന്നും കുറെ പണം അവൾ അതിനും ചെലവഴിച്ചു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എത്ര കരുതലുള്ളവളായിരുന്നു ഈ പ്രിയപ്പെട്ട സുന്ദരിക്കുട്ടി. നിങ്ങൾക്ക് കേൾക്കണോ, ഈ മോള് ഒടുവിൽ ഇവാൻസ് അങ്കിളോട് പറഞ്ഞു, അങ്കിൾ, now I have a lot of money to buy the Bible. അങ്കിൾ പറഞ്ഞു, ഇവിടെ നിന്ന് കുറേ ദൂരത്തിൽ തോമസ് ചാൾസ് എന്ന് പറയുന്ന ആ അങ്കിളിന്റെ വീട്ടിലാണ് ബൈബിൾ ഉള്ളത്. നീ യാത്ര തിരിക്കണം. ഒരു ദിവസം മുഴുവനും നടന്നെങ്കിലേ എത്തൂ. അവൾ അവളുടെ ആഗ്രഹം വീട്ടിൽ പപ്പയോടും മമ്മിയോടും പറഞ്ഞു. പപ്പയും മമ്മിയും പറഞ്ഞു, മോളെ, 40 കിലോമീറ്റർ ഒക്കെ നടക്കുക എന്ന് പറഞ്ഞാൽ എത്ര പ്രയാസമാ. നീ ഒരു കാര്യം ചെയ്യാം, കുറച്ചു കാലം കൂടെ കഴിഞ്ഞ് നമുക്ക് കിട്ടും. അവൾ പറഞ്ഞു, പപ്പ, മമ്മി, എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ യേശു അപ്പച്ചന്റെ വചനം വായിക്കണം. എനിക്ക് മറ്റുള്ളവരെ വായിച്ച് കേൾപ്പിക്കണം. ഈ സന്തോഷം അറിയിക്കണം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പിറ്റേന്ന് തന്നെ അവളുടെ പപ്പയും അമ്മയും അവൾക്ക് വേണ്ട ബ്രേക്ക്ഫാസ്റ്റും കുടിക്കാനുള്ള വെള്ളവും ഒക്കെ കരുതി അവളെ യാത്രയാക്കി. അവൾ നടക്കുവാൻ തുടങ്ങി. 1 കിലോമീറ്റർ കഴിഞ്ഞു, 2 കിലോമീറ്റർ കഴിഞ്ഞു. നടന്നും ഓടിയും ഇരുന്നും വെള്ളം കുടിച്ചും ഇടയ്ക്ക് ക്ഷീണമൊക്കെ വന്നു. ആ കുഞ്ഞു കാലുകളൊക്കെ നടന്ന് വേദന എടുക്കുവാൻ തുടങ്ങി. എങ്കിലും അവൾ പിന്മാറിയില്ല. നടന്ന് 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 നടന്നു വൈകുന്നേരം അവൾ എത്തിച്ചേർന്നു. ആ സ്ഥലത്തെത്തി ബൈബിൾ വിൽക്കുന്ന അങ്കിളിന്റെ വീട്ടിന്റെ വാതിൽ അവൾ മുട്ടി വിളിച്ചു. വാതിൽ തുറന്ന് അങ്കിൾ കണ്ടത് യാത്ര ചെയ്ത് ക്ഷീണിച്ച ഒരു മകളെയാണ്. അങ്കിൾ, I am coming from a long distance. From the morning to this time I was walking to reach this home. അങ്കിൾ ചോദിച്ചു, what is your desire? Why did you came here? Please come on. എന്ന് പറഞ്ഞ് അകത്തേക്ക് സ്വീകരിച്ചു. അങ്കിൾ, എനിക്ക് വന്ന കാര്യം ആദ്യം പറയണം.
എനിക്കൊരു ബൈബിൾ വേണം. മോളെ, യു ആർ സോ ടയർഡ്. ഫസ്റ്റ് യു ടേക്ക് എ കപ്പ് ഓഫ് ടീ ആൻഡ് ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ ലെറ്റ് us discuss about matter. അങ്കിൾ പറഞ്ഞു. അപ്പൊ മോള് പറഞ്ഞു, അങ്കിൾ ഞാൻ ചായ കുടിക്കാം. അങ്ങനെ ചായയൊക്കെ കുടിച്ച് അവള് തൽക്കാലം കുറച്ച് ലഘുഭക്ഷണമൊക്കെ കഴിച്ച് വിശ്രമിച്ചതിന് ശേഷം പറഞ്ഞു, അങ്കിൾ എനിക്ക് പോകണം, എനിക്ക് ബൈബിൾ തരണം. അങ്കിൾ പറഞ്ഞു, എന്റെ കയ്യിൽ 3 ബൈബിൾ ഉണ്ട്, നിന്റെ നാട്ടിലെ വെയിൽസ് ഭാഷയിലെ. പക്ഷേ അത് 3 പേര് ബുക്ക് ചെയ്തിരിക്കുക. ഇനി അടുത്ത ബൈബിൾ വരണമെങ്കിൽ വർഷങ്ങൾ കഴിയും. എന്താ ചെയ്യുന്നത്? അവളാകപ്പാടെ തലയ്ക്ക് കൈ കൊടുത്ത് അവിടുന്ന് നിലവിളിച്ച് കരയാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ അങ്കിളിന് വളരെ വിഷമമായി. അങ്കിൾ പറഞ്ഞു, നീ അങ്ങനെ വിഷമിക്കേണ്ട, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഗോഡ് വിൽ മേക്ക് എ സൊല്യൂഷൻ ഫോർ ദിസ്. അന്ന് രാത്രിയിൽ അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു, കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ തോമസ് ചാൾസ് അങ്കിൾ വന്നിട്ട് പറഞ്ഞു, മോളെ ഒരു സന്തോഷ വാർത്തയുണ്ട്. ഈ 3 വെയിൽസ് ഭാഷയിലെ ബൈബിൾ വാങ്ങാൻ ഓർഡർ ചെയ്തിരിക്കുന്നവരിൽ ഒരാൾക്ക് ഇംഗ്ലീഷ് ഭാഷയും അറിയാം. അതുകൊണ്ട് അവർക്ക് ഞാനൊരു ഇംഗ്ലീഷ് ബൈബിൾ കൊടുക്കാം. നിനക്ക് ഈ ബൈബിൾ തരാൻ ആഗ്രഹിക്കുന്നു. വലിയ സന്തോഷം കൊണ്ട് അവൾ തുള്ളിച്ചാടി. ഒരിക്കൽ കർത്താവായ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോൾ ഹൃദയത്തിലുണ്ടായ സന്തോഷം പോലെ നിറഞ്ഞു തുളുമ്പുന്ന ഒരു സന്തോഷത്തോടെ തുള്ളിച്ചാടി. അവൾ വളരെ സന്തോഷത്തോടെ കൈകൾ നീട്ടി. തോമസ് ചാൾസ് അങ്കിൾ അവളുടെ കയ്യിൽ ബൈബിൾ കൊടുത്തു. അവളത് കൈകളിൽ വാങ്ങിച്ച് മാറോട് ചേർത്ത് കെട്ടിപ്പിടിച്ചു. അവളതിനെ തുരുതുരെ ചുംബിക്കുവാൻ തുടങ്ങി. ദൈവത്തിന് നന്ദി പറഞ്ഞ് പാട്ട് പാടുവാൻ തുടങ്ങി. പ്രിയപ്പെട്ട കൂട്ടുകാരി, വളരെ സന്തോഷത്തോടുകൂടെ അവിടെ നിന്ന് യാത്ര പറഞ്ഞ് അവൾ തന്റെ ഗ്രാമത്തിലേക്ക് വന്നു. ഇതാ ഗ്രാമത്തിൽ എല്ലാവരും ഈ സുന്ദരിക്കുട്ടിയെ സ്വീകരിക്കുവാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ബിക്കോസ് ഷീ ഈസ് കമ്മിങ് ബാക്ക് വിത്ത് എ വണ്ടർഫുൾ ഗിഫ്റ്റ്, വാല്യുബിൾ ഗിഫ്റ്റ്, ഗോൾഡൻ ഗിഫ്റ്റ്. ആൻഡ് വാട്ട് ഈസ് ദാറ്റ് നെയിം? ദ ഹോളി ബൈബിൾ. അവൾ വീണ്ടും 40 കിലോമീറ്റർ യാത്ര ചെയ്ത് തിരിച്ചവളുടെ ഗ്രാമത്തിലേക്ക് വന്നു. ഗ്രാമവാസികൾ എല്ലാവരും കൂടി അവളെ സന്തോഷത്തോടെ സ്വീകരിച്ചു. പ്രിയ മക്കളെ, അങ്ങനെ ആ സന്തോഷത്തിന്റെ സന്ദർഭത്തിൽ അവൾ പറഞ്ഞു, എനിക്ക് ഈ സന്തോഷ സന്ദർഭത്തിൽ നിങ്ങളോട് പറയുവാനുള്ളത്, ഇത് വായിക്കണം, ഇത് നിങ്ങൾ കേൾക്കണം, നമ്മളെല്ലാവരും അനുസരിക്കണം. ഗ്രാമവാസികൾ എല്ലാവരും നിൽക്കവേ അവൾ ബൈബിൾ തുറന്നു വായിക്കുവാൻ തുടങ്ങി. അനേകരെ വായിച്ചു കേൾപ്പിക്കുവാൻ തുടങ്ങി. അവളെ പിന്നീട് അനേകർ ദൈവവചനം കേൾക്കുവാൻ വന്നു. ആ ഗ്രാമങ്ങളിലുള്ള അനേകരെ ദൈവവചനം വായിച്ച് കേൾപ്പിക്കുക എന്ന ഒരു ജോലിയാണ് അവൾ ചെയ്തത്. എന്നാൽ ആ സുന്ദരിക്കുട്ടിയിൽ കൂടി അനേകർ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചു. She was a little missionary. You think so? No, I don't think so. She was a great missionary. അവൾ ഒരു വലിയ മിഷണറിയാണ്, കർത്താവിന്റെ വായിച്ചു കേട്ടവൾ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ സംഭവം നമ്മുടെ തോമസ് ചാൾസ് അങ്കിൾ അടുത്തൊരു വലിയ സ്പിരിച്വൽ കോൺഫറൻസിൽ ക്രിസ്ത്യൻ ലീഡേഴ്സിനെ അറിയിച്ചു. അവർ പ്രാർത്ഥനയോടുകൂടെ ഒരു തീരുമാനമെടുത്തു. ഇംഗ്ലണ്ടിലും ലോകത്തിലെ എല്ലായിടത്തും ദൈവവചനം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ബൈബിൾ എത്തണം. അതുകൊണ്ട് ബ്രിട്ടീഷ് ആൻഡ് ഫോറിൻ ബൈബിൾ സൊസൈറ്റി എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിക്കുകയും അതിൽ കൂടി അടുത്ത വർഷം മുതൽ ബൈബിൾ പ്രിന്റ് ചെയ്യുവാൻ തുടങ്ങി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 1900 ആയപ്പോഴേക്കും പ്രിന്റിംഗ് സൗകര്യങ്ങൾ വളരെ കുറവായിരുന്നിട്ടും 2 കോടിയിലധികം ബൈബിൾ പ്രിന്റ് ചെയ്ത് 534 ഭാഷകളിലോളം ബൈബിൾ പ്രിന്റ്. ഇന്ന് 1920 ആകുമ്പോൾ 21 ആകുമ്പോൾ 2700 ഭാഷകളിലായി വിശുദ്ധ വേദപുസ്തകം പ്രിന്റ് ചെയ്ത് അനേക ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ വായിക്കുന്നു. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വായിക്കുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഗ്രന്ഥം വിശുദ്ധ വേദപുസ്തകമാണ്. നിങ്ങൾ ഇന്ന് ഈ വിശുദ്ധ വേദപുസ്തകം വായിച്ചുവോ? നിങ്ങളുടെ വീട്ടിൽ അപ്പച്ചനും അമ്മച്ചിയും ഉണ്ടല്ലോ, അവരെ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ട കൂട്ടുകാരെ, വാസ്തവത്തിൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ അവന്റെ വചനത്തെയും നിങ്ങൾ സ്നേഹിക്കണം. അത് നിങ്ങൾ ദിവസം തോറും വായിക്കണം. നിങ്ങളുടെ വീട്ടിലുള്ളവരെ വായിച്ച് കേൾപ്പിക്കണം. പ്രിയ, ഈ അനുഗ്രഹിക്കപ്പെട്ട സുന്ദരിക്കുട്ടി നമുക്കൊരു മാതൃകയാണ്. ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? മേരി ജോൺസ്. ആഗോള ബൈബിൾ സൊസൈറ്റിയുടെ സ്ഥാപനത്തിന് കാരണമായി തീർന്ന ഉത്സാഹത്തിന്റെ, ആത്മീയ ഉത്സാഹത്തിന്റെ കാരണക്കാരിയായി തീർന്ന പെൺകുട്ടി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വളരെ മാർവലസ് തിങ് വി ഹാഡ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നു, ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും ഇതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയമെടുത്തിരിക്കുന്നു. അതെ, നമ്മുടെ കർത്താവിന്റെ വരവ് വളരെ അടുത്തിരിക്കുകയാണ്. നമ്മൾ ദൈവവചനം വായിക്കണം, ധ്യാനിക്കണം, പഠിക്കണം. നിങ്ങൾ ബൈബിൾ വായിച്ചിട്ട് നോട്ട് എഴുതാൻ നിങ്ങൾക്ക് ഒരു ബുക്ക് ഉണ്ടായിരിക്കണം.
എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും വേദപുസ്തകം വായിക്കണം. വീട്ടിൽ നിങ്ങളുടെ പ്രായമുള്ളവരെ വായിച്ച് കേൾപ്പിക്കണം. ലെറ്റ് ദ മിഷണറി വർക്ക് സ്റ്റാർട്ട് ഫ്രം യുവർ ഹോം ഇറ്റ്സെൽഫ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ഈ മേരി ജോൺസിന്റെ ജന്മസ്ഥലമായ ഇംഗ്ലണ്ടും അത് ഉൾപ്പെടുന്ന യൂറോപ്പും വേദപുസ്തകത്തിൽ നിന്നും ഒരുപാട് അകലത്തിലേക്കാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ മിടുക്കരാണ്. നിങ്ങൾ നന്നായിട്ട് പഠിച്ചു മിടുക്കരായിട്ട് ഇന്ത്യക്ക് വെളിയിലൊക്കെ ജോലിക്ക് പോകുന്നവരുണ്ടെങ്കിൽ, യൂറോപ്യൻ നാടുകളിലേക്ക് ജോലിക്ക് പോകുന്നവരുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് നിങ്ങൾ വായിച്ചു കേൾപ്പിക്കണം. അനേകരോട് വേദപുസ്തകത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി ലഭിക്കുന്ന രക്ഷയെക്കുറിച്ച് അറിയിക്കണം. ദൈവത്തിന്റെ മക്കളായ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്ന കാര്യം അതാണ്. നമുക്ക് വേണ്ടി ജീവൻ തന്ന, നമ്മൾ മരിക്കേണ്ട സ്ഥാനത്ത് നമുക്ക് പകരമായി രക്തം ചുരുക്കി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ആ യേശു ക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയണം. ആ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പുസ്തകം അത് മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കണം. അതിനായിട്ട് നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഓരോ ആൺകുട്ടികളായിട്ട്, ഓരോ പെൺകുട്ടികളായിട്ട് ഹൃദയങ്ങളിൽ കർത്താവ് യേശുവിനോട് ഒരു തീരുമാനമെടുക്കുമോ? എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും വേദപുസ്തകം വായിക്കുവാൻ, ഈ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന രക്ഷയുടെ സത്യങ്ങൾ അനേകരോട് അറിയിക്കുവാൻ നിങ്ങളുടെ ഹൃദയം കർത്താവിന് വേണ്ടി കൊടുക്കുമോ? നിങ്ങൾ പോകുന്ന ഇടങ്ങളിൽ യേശു കർത്താവിന്റെ രക്ഷയുടെ സന്ദേശം, ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സത്യങ്ങൾ അനേകരോട് അറിയിക്കുവാൻ നമ്മുടെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. എന്റെ കർത്താവെ, എന്റെ ജീവിതം അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. എന്റെ സാക്ഷിയായിട്ട് ജീവിക്കുവാൻ എന്നെ അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു എന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്ത് കണ്ണുകളെ അടച്ച് കൈകൾ കൂപ്പി എല്ലാവരും പ്രാർത്ഥിക്കുവാൻ തയ്യാറാകാം. ഇനിയും യേശു കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, പുതിയ ഹൃദയം സ്വന്തമാക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നിമിഷത്തിൽ പറയണം, ഞാനൊരു പാപിയാണ്, അവിടെ നിന്ന് എനിക്ക് വേണ്ടി മരിച്ചു, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. കർത്താവേ, നീ എന്റെ ഹൃദയത്തിൽ വരയണമേ, എനിക്ക് ആ പുതിയ ജീവിതം തരണമേ. പുതിയ ജീവിതം കിട്ടിയവർ ഇങ്ങനെ പറയണം, താങ്ക് യു ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഫോർ ഗിവിംഗ് മീ ദ ന്യൂ ക്ലീൻ ലൈഫ് and for the new clean heart which you have given for me. I am thankful to you. I would like to read the word of God in the morning and in the evening. I would like to proclaim the word of God, those who are not heard, those who are not received. കേട്ടിട്ടില്ലാത്തവരോട് ഇത് പറയുവാൻ, വായിച്ചു കേൾപ്പിക്കുവാൻ എന്നെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാം. ഇരിക്കുന്ന സ്ഥാനത്ത് കണ്ണുകളെ അടച്ച് കൈകൾ കൂപ്പി തലകളെ ഉണക്കി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശു എൻ സ്വന്തം, ഞാനവൻ വകയാ, ഇന്നുമെന്നോമേ, ഇന്നുമെന്നോമേ. പ്രിയ യേശു കർത്താവേ, എന്റെ ജീവിതം അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടെ നിന്റെ ഹൃദയത്തിലുള്ളതിനായി സ്തോത്രം. അവിടെ നിന്റെ ഹൃദയത്തിൽ എപ്പോഴും വസിക്കണമേ. എന്റെ ഹൃദയത്തെ എപ്പോഴും വെടിപ്പായി സൂക്ഷിക്കണം. പ്രിയ കർത്താവായ യേശുവേ, അങ്ങയുടെ വചനം വായിക്കുവാൻ, മറ്റുള്ളവരെ വായിച്ചു കേൾപ്പിക്കുവാൻ, ഈ യേശു കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ ഞാനും ആഗ്രഹിക്കുന്നു. എന്നെ അതിനായിട്ട് സഹായിക്കണമേ. ഈ പാൻഡമിക് സിറ്റുവേഷനിൽ അവിടുത്തെ വചനം എനിക്ക് ധൈര്യവും പ്രത്യാശയും നൽകി എൻ്റെ ഉള്ളിലെ ഭയമൊക്കെ മാറ്റിത്തരണമേ. ഭയം നീക്കുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് എല്ലാവരോടും അറിയിക്കുവാൻ എന്നെ ഇതാ സമർപ്പിക്കുന്നു. എന്നെ കർത്താവ് അയക്കുന്ന സ്ഥാനങ്ങളിൽ, ഇടങ്ങളിലൊക്കെ കർത്താവിന്റെ സാക്ഷിയായിട്ട് ജീവിക്കുവാൻ, പ്രവർത്തിക്കുവാൻ എന്നെ ഇതാ സമർപ്പിക്കുന്നു. എന്നെ സ്വീകരിക്കണമേ, എന്നെ ഉപയോഗിക്കണമേ. എന്റെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. നിങ്ങൾ സത്യമായി പ്രാർത്ഥിച്ചു എന്ന് ഐസക് അങ്കിൾ വിശ്വസിക്കുന്നു. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ സത്യമായി പ്രാർത്ഥിച്ചുവെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ടു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരു പാസ്റ്റർ അങ്കിളിനെ പോലെ, ഒരു CF-ന്റെ പ്രവർത്തകനായ ഒരു അങ്കിളിനെ പോലെ, ആന്റിയെ പോലെ, ഒരു പള്ളിയിലെ അച്ഛനെ പോലെ, അതല്ല ഒരു സുവിശേഷകനെ പോലെ, ജോലിയോട് ചേർന്നും അല്ലാതെയും യേശു കർത്താവിന്റെ സാക്ഷിയായി തീരുവാൻ നിങ്ങളെല്ലാവരെയും കർത്താവ് ക്ഷണിക്കുകയാണ്. മേരി ജോൺസിനെ പോലെ അനേകരെ ഇന്ന് കർത്താവിന് ആവശ്യമുണ്ട്. ഇംഗ്ലണ്ടിൽ 1784 വെയിൽസ് എന്ന ഗ്രാമത്തിൽ ജനിച്ച മേരി ജോൺസ് എന്ന അനുഗ്രഹിക്കപ്പെട്ട പെൺകുട്ടി തന്റെ ജീവിതം മുഴുവനും ഒരു വലിയ വെളിച്ചം ഉള്ള നക്ഷത്രമായിട്ട് ശോഭിച്ചു. നിങ്ങളുടെ ജീവിതം അപ്രകാരം ഒരു വെളിച്ചമുള്ള നക്ഷത്രമായിട്ട് അനേകർക്ക് പ്രകാശം പരത്തുവാൻ, സുവിശേഷത്തിന്റെ വെളിച്ചം കൊടുക്കുവാൻ ഇടയായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയും നേരം ശ്രദ്ധിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അങ്കിളിന്റെ താങ്ക് യു.
കർത്താവ് നിങ്ങൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കൂട്ടുകാരെ, നമുക്ക് ഇന്ന് നമ്മൾ പഠിച്ച മലയാളം സോങ് നമുക്ക് പാടാം. ഒരു ചെറു താരകം പോ, ഒരു ചെറു കൈത്തിരി പോ, വിളങ്ങണം നിനക്കായ നാളുകൾ തീരം വരെ. ഒരു ചെറു താരകം പോ, ഒരു ചെറു കൈത്തിരി പോ, വിളങ്ങണം നിനക്കായ നാളുകൾ തീരും വരെ. എൻ കുറവുകൾ ഓർക്കാതെ, എൻ വീഴ്ചകൾ കണക്കിടാതെ, എൻ കുറവുകൾ ഓർക്കാതെ, എൻ വീഴ്ചകൾ കണക്കിടാതെ, നിൻ കൃപകൾ ചൊരിഞ്ഞെന്നെ നിൻ പദ നടത്തിടണേ. നിൻ കൃപകൾ ചൊരിഞ്ഞെന്നെ നിൻ പദ നടത്തിടണേ. ഒരു ചെറു താരകം പോ, ഒരു ചെറു കൈത്തിരി പോ, വിളങ്ങണം നിനക്കായ നാളുകൾ തീരും വരെ. കൂട്ടുകാരെ, മേരി ജോൺസിനെ കുറിച്ച് നിങ്ങൾ വളരെ നന്നായിട്ട് കേട്ടല്ലോ. നിങ്ങളുടെ ജീവിതം നല്ലൊരു സാക്ഷിയുള്ള ജീവിതമായിട്ട് മാറട്ടെ. ക്ലാസ് എടുത്ത ഐസക് സാറിന് നന്ദി അറിയിക്കുന്നു. ഇനി നിങ്ങൾക്കുള്ള ഒരു സമയമാണ്. നിങ്ങൾക്കുള്ള സമയം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഒരാള് ഇപ്പോൾ ഈ 3 ദിവസവും VBS പങ്കെടുത്തപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നേടി, എന്തൊക്കെ തീരുമാനമെടുത്തു എന്ന് നമ്മളുമായിട്ട് പങ്കുവെക്കുന്നതാണ്. അത് ചെയ്യുന്നത് പാലക്കാട് നിന്നും നന്മ മറിയം ബേബിയാണ്. അതിനായിട്ട് നന്മ മറിയം ബേബിയെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ കൊറോണ കാലത്ത് ഞങ്ങൾക്ക് VBS പങ്കെടുക്കുവാൻ സാധിച്ചതിന് ദൈവത്തിന് നന്ദി കരയറ്റുന്നു. ഈ VBS നല്ല പാട്ടുകളും കഥകളും നല്ല ദൈവവചനവും പഠിക്കാൻ സാധിച്ചതിന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇനി മുന്നോട്ടുള്ള കാലത്ത് എനിക്ക് കർത്താവിൻ്റെ സാക്ഷിയായി ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മുടെ ഈ VBS പങ്കെടുത്തതും അതുപോലെ തന്നെ VBS ഓരോരോ കാര്യങ്ങൾ ചെയ്ത എല്ലാവർക്കും നന്ദി അർപ്പിക്കാനുള്ള ഒരു സമയമാണ്. അതിനായിട്ട് CF കേരളയുടെ എഡ്യൂക്കേഷൻ ഡയറക്ടർ ആയിരിക്കുന്ന ജോയ് തോമസ് സാർ കടന്നു വരുന്നത്. അതിനുശേഷം നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോട് കാത്തിരിക്കുന്ന കഹൂട്ട് ഗെയിമിന്റെ റിസൾട്ട് നമ്മൾ അനൗൺസ് ചെയ്യുന്നതാണ്. ഇന്നത്തെ കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറയുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ജോയ് തോമസ് സാറ് നമുക്ക് നന്ദി അറിയിക്കുന്നതാണ്. ഹായ് പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ VBS സന്തോഷമായിരുന്നോ? ഓക്കെ, നിങ്ങൾ എല്ലാവരും സന്തോഷത്തോടെ ഈ VBS പങ്കുചേർന്നു എന്നറിയുന്നതിൽ ഞങ്ങൾക്ക്, അതായത് ചൈൽഡ് ഇവാഞ്ചലിസം ഫെലോഷിപ്പിന്റെ പ്രവർത്തകരായിരിക്കുന്ന ഞങ്ങൾക്കെല്ലാം വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഈ കോവിഡ് കാലത്ത് നമുക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല. കാരണം നമുക്ക് പള്ളിയിൽ പോയി VBS പങ്കെടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ നമുക്ക് 10 ദിവസം അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ട് നമുക്ക് VBS പങ്കെടുക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ അതിന് നമുക്ക് സാധ്യമല്ലാതെയിരുന്നു. കഴിഞ്ഞ വർഷവും നമ്മൾ ഇതുപോലെ ഒരു VBS നടത്തി. അത് വാട്സപ്പിലൂടെയായിരുന്നു. നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും. ആ VBSന്റെ ചിന്താവിഷയം എന്ന് പറയുന്നത് ഗോഡ് ഈസ് അവർ റെഫ്യൂജ്, ദൈവം നമ്മുടെ സങ്കേതം എന്നുള്ളതായിരുന്നു. അപ്പം ഈ വർഷം ഇതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എന്താണ് ചിന്താവിഷയം വേണ്ടതെന്ന് ആലോചിച്ചപ്പോഴാണ് നമ്മള് കൊറോണയുടെ ഭയപ്പാടിലും ഒക്കെ ഇരിക്കുന്ന നമുക്ക് ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് വേദപുസ്തകം നമ്മളോട് പറയുന്നുണ്ട്.
അതുകൊണ്ട് അതിനോട് ചേർന്നാണ് ഈ തീം നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് സാധിച്ചത്. ചൈൽഡ് ഇവാഞ്ചലിസം ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും അത് നന്നായി അറിയാം. സഭാവിഭാഗ വ്യത്യാസമില്ലാതെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ സുവിശേഷം അറിയിക്കുന്ന ഒരു സംഘടനയാണ് ചൈൽഡ് ഇവാഞ്ചലിസം ഫെലോഷിപ്പ്. നിങ്ങൾക്കറിയാമല്ലോ, ഗുഡ് ന്യൂസ് ക്ലാസ്സുകളിലൂടെ, സ്കൂൾ ക്ലാസ്സുകളിലൂടെ, BBSകളിലൂടെ, ക്യാമ്പുകളിലൂടെ ഒക്കെ പലതരത്തിൽ കുഞ്ഞുങ്ങളോട് ഇടപെടുകയും അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള നർച്ചറിങ് അല്ലെങ്കിൽ സ്പിരിച്വൽ നർച്ചറിങ്, ആത്മീയ പരിപോഷണത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നൽകുകയൊക്കെ ചെയ്യുന്നത് ഒരു സംഘടനയാണ് ചൈൽഡ് ഇവാഞ്ചലിസം ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഫിസിക്കലി പോയി നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഓൺലൈനിലൂടെ ഇതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ബ്രോഷർ അയച്ചു തന്നപ്പോൾ ഈ നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേരുകളിൽ ഈ ബ്രോഷർ കിട്ടിയിട്ടുണ്ടായിരിക്കുമല്ലോ. അതിനകത്ത് അതാത് ജില്ലകളുടെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ഓൺലൈൻ ഗുഡ് ന്യൂസ് ക്ലാസ്സിൽ അല്ലെങ്കിൽ അവർ നടത്തുന്ന മറ്റേതെങ്കിലും ഒക്കെ പരിപാടികളിലോ നിങ്ങൾക്ക് പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ആ നമ്പറുമായിട്ട്, അതാത് ജില്ലകളിലുള്ള നമ്പറുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുകയും കൂടുതൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും അവിടെ നടക്കുന്ന ഒരു ഗുഡ് ന്യൂസ് ക്ലാസ്സിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പരിപാടികളിൽ നിങ്ങൾ പങ്കെടുക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകിച്ച് നിങ്ങളെ അറിയിക്കുകയാണ്, നിങ്ങളെ ഓർപ്പിക്കുകയാണ്. നമുക്ക് ഈ 3 ദിവസം ഏറ്റവും അനുഗ്രഹപ്രദമായ രീതിയിൽ ഒരു VBS നടത്തുവാനായിട്ട് നമുക്ക് സാധിച്ചു. പല ആളുകളും, പല മാതാപിതാക്കളും, ചില അച്ഛന്മാരും അതുപോലെ കുഞ്ഞുങ്ങളൊക്കെ ഞങ്ങളെ വിളിച്ചു പറഞ്ഞു, ഈ VBS ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായിരുന്നു എന്ന് പറയുവാനായിട്ട് ഇടയായി. അതുകൊണ്ട് നമുക്കിത് എത്ര കാലം ഇങ്ങനെ പോകുമെന്ന് നമുക്ക് അറിയത്തില്ല. ഈ കോവിഡിന്റെ കാലങ്ങൾ എത്ര കാലം മുമ്പോട്ട് പോകുമെന്ന് നമുക്ക് അറിയത്തില്ല. എന്നാൽ ദൈവം നമ്മോട് കൂടെയുണ്ട്. നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആയിരിക്കുന്ന ഇടത്ത് ഭയപ്പെടാതെ ദൈവസന്നിധിയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ ദിവസങ്ങളിൽ ഇതിൽ പങ്കെടുത്ത, അല്ലെങ്കിൽ ഞാൻ ആദ്യം നന്ദി പറയുന്നതിൽ പങ്കെടുത്ത കുഞ്ഞുങ്ങൾക്കാണ്. നമ്മൾ 500 പേർക്ക് വേണ്ടിയുള്ള ഒരു സൂമാണ് നമ്മൾ എടുത്തിരുന്നത്. പല കുഞ്ഞുങ്ങളും ഇതിന്റെ പുറത്ത് നിൽക്കുകയായിരുന്നു. അവർക്ക് അകത്തോട്ട് കയറാനായിട്ട് സാധിച്ചില്ല. കാരണം ഈ പരിമിതമായ ആളുകളെ മാത്രം ഉൾപ്പെടുത്താനുള്ള ഒരു ഈ സൂമിന്റെ ഒരു പരിമിതി ഉണ്ടായിരുന്നു. എന്നാൽ ഇനി നമ്മൾ അത് ചെയ്യുമ്പോൾ നമുക്കത് കുറച്ചുകൂടെ വൈഡായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കുകയാണ്, ഈ പ്രോഗ്രാം എല്ലാം യൂട്യൂബിൽ, ചൈൽഡ് ഇവാഞ്ചലിസം ഫെലോഷിപ്പിന്റെ ഒരു യൂട്യൂബ് ഉണ്ട്, ഒരു യൂട്യൂബ് ചാനലുണ്ട്. ആ ചാനലിൽ ഞങ്ങൾ ഇടുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് അത് കൂടുതൽ കാണാനും ഈ VBSൽ കയറാൻ സാധിക്കാതെ ഇരുന്ന ആളുകൾക്ക് അതിലൂടെ അത് മനസ്സിലാക്കാനും സാധിക്കും. മാത്രമല്ല, പങ്കെടുത്ത എല്ലാ കുഞ്ഞുങ്ങളോടും അവരായിരിക്കുന്ന ഇടത്ത് അവരെ ഇതിനു വേണ്ടി പ്രോത്സാഹിപ്പിച്ച മാതാപിതാക്കളോടും ഉള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും ഞാൻ ആദ്യം തന്നെ അറിയിക്കുകയാണ്. നിങ്ങളെ പങ്കെടുത്ത എല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ VBS ഉദ്ഘാടനം ചെയ്തത് മധ്യ കേരള മഹാ ഇടവകയുടെ ബിഷപ്പായിരിക്കുന്ന റൈറ്റ് റവറൻഡ് ഡോക്ടർ സാബു കെ ചെറിയാൻ തിരുമേനിയാണ്. നമ്മൾ പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ വന്ന് നമുക്ക് ഈ VBS ഉദ്ഘാടനം ചെയ്തു തന്ന തിരുമേനിയോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. നമ്മുടെ CFന്റെ ചെയർമാൻ ആയിരിക്കുന്ന ബാബു പുല്ലാട് സാറ് നമ്മോട് കൂടെ ഉണ്ട്. സാറ് അല്പസമയം കഴിഞ്ഞ് നിങ്ങളോട് സാറായിരിക്കും പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നത്. സാറിനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ചൈൽഡ് ഇവാഞ്ചലിസം ഫെലോഷിപ്പിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരിക്കുന്ന ബെഞ്ചമിൻ സാറ് ആദ്യത്തെ ദിവസം നമുക്ക് പ്രാർത്ഥിച്ച് തുടങ്ങിയതും സ്വാഗതം ചെയ്തതും എല്ലാം സാറാണ്. സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഈ ദിവസങ്ങളിൽ നമുക്ക് ബൈബിൾ ലെസണും മിഷണറി ലെസണും ഒക്കെ എടുത്തു തന്ന പ്രിയപ്പെട്ടവർ, അതായത് തിരുവനന്തപുരത്തുള്ള ഫിലിപ്പ് സാറ്, തൃശ്ശൂരുള്ള ഐസക് സാം സാറ്, കോഴിക്കോട്ടുള്ള മാത്യു വർഗീസ് സാറ്, എറണാകുളത്തുള്ള സെലിൻ ടീച്ചർ, മലപ്പുറത്തുള്ള സിന്ധു ടീച്ചർ, അവരോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. വാക്യം പഠിപ്പിച്ച ഷെറീന ടീച്ചർ, അതുപോലെ മാത്യു സമൂൽ സാറ്, പ്രയറിൽ നമ്മളെ ലീഡ് ചെയ്തവർ, ഇവരോടൊക്കെ പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. നമ്മളെ പാട്ട് പാടി സഹായിച്ചത് മലപ്പുറത്തും കൊല്ലത്തും കോഴിക്കോട്ടുമുള്ളവരാണ്. പ്രത്യേകിച്ച് തീം സോങ് ഒക്കെ എഴുതി നമ്മളെ സഹായിച്ചത്, അത് പാടി സഹായിച്ചത് മലപ്പുറത്തുള്ള മാത്യു സമൂൽ സാറാണ്. അതുപോലെ അലക്സ് സാറിന്റെ നേതൃത്വത്തിൽ പാട്ടുകൾ കൊല്ലത്തുനിന്നും കോഴിക്കോട്ടു നിന്നും ഒക്കെ നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയായിരുന്നു. ഇപ്രകാരമുള്ള ക്ലാസ്സുകൾ എടുക്കുകയും പാട്ടുകൾ പഠിപ്പിക്കുകയും വാക്യം പഠിപ്പിക്കുകയും ഒക്കെ ചെയ്ത് അവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. നിങ്ങളെ കണ്ടു കാണും, 2 പേരാണ് ഈ പ്രോഗ്രാം എല്ലാം നിയന്ത്രിച്ചത്, അല്ലേ? വയനാട്ടിൽ നമ്മളെ കഴിഞ്ഞ വർഷത്തെ ക്യാമ്പിൽ നമ്മൾ കണ്ടല്ലോ, വയനാട്ടിൽ നിന്നുള്ള ഉന്മേഷ് സാറും അതുപോലെ സുജിത്ത് സാർ, അവരോട് 2 പേരോടുള്ള നന്ദിയും അറിയിക്കുകയാണ്. ഇതിന് നമുക്ക് ഈ സൂം പ്ലാറ്റ്ഫോം ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇത് ചെയ്യാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട്
ഈ സൂം പ്ലാറ്റ്ഫോം നമുക്ക് വേണ്ടി ഒരുക്കി തന്നത് കോഴിക്കോട്ടുള്ള നമ്മുടെ റജിമോൻ സാറാണ്. അല്ലെങ്കിൽ ഞങ്ങള് മാത്യു വർഗീസ് സാറിന്റെ പേര്, ഒഫീഷ്യൽ നെയിം ഞങ്ങൾ റജിമോൻ സാറിന് വിളിക്കും. സാറിനോടും അവിടുത്തെയുള്ള പ്രവർത്തനങ്ങളോടും ഉള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇതിനകത്തെ ഈ കഹൂട്ട് ഗെയിം എന്ന് പറയുന്നത്. അതിനകത്ത് എല്ലാവരും പങ്കെടുക്കാനായിട്ട് ശ്രമിച്ചു. എന്നാൽ കുറച്ച് പരിമിതമായ ആളുകൾക്ക് കളിക്കാനൊക്കെ സാധിക്കത്തുള്ളായിരുന്നു. പക്ഷേ അതിനകത്ത് പങ്കെടുത്തവരും അതിൽ സമ്മാനം നേടിയവരോടും ഒക്കെയുള്ള നന്ദി അറിയിക്കുന്നു. പക്ഷെ ഏറ്റവും കൂടുതൽ നന്ദി അറിയിക്കേണ്ടത് നടത്തിയ സാറിനോടാണ്. ആ സാറിന്റെ പേര് സത്യദാസ് സാർ എന്നാണ്. തിരുവനന്തപുരത്തുള്ള ഒരു സാറാണ്. അദ്ദേഹം ഒരു ഫിംഗർ പ്രിന്റ് എക്സ്പേർട്ടാണ്. അദ്ദേഹം നമ്മൾ ഈ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടെ നമുക്ക് വേണ്ടി ഈ ദൗത്യം ചെയ്തു തന്നു. സാറിനോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ റിവ്യൂ ഗെയിം നടത്തിയ ജിബു സാറ്, മറ്റനേകരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. അവരോട് എല്ലാവരോടും ഞാൻ പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ BBS ഇപ്രകാരം നടത്താൻ അനുവാദം തന്ന ചൈൽഡ് ഇവാഞ്ചലിസം ഫെലോഷിപ്പിന്റെ ഗവേണിംഗ് ബോർഡിനോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഒരിക്കലും ഭയപ്പെടാതെ ദൈവസന്നിധിയിൽ ഒരിക്കലും ഭയപ്പെടാതെ ജീവിപ്പാൻ അതുകൊണ്ടാ യേശു കർത്താവ് ജനിച്ചപ്പോൾ പറഞ്ഞു എന്തുവാ? ദൂതന്മാർ വന്ന് പറഞ്ഞു ഭയപ്പെടണ്ട, ഇല്ലേ? മരിച്ചു കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റപ്പം അവർ കാണാൻ വന്ന സ്ത്രീകളോട് പറഞ്ഞു ഭയപ്പെടണ്ട. യേശു കർത്താവ് ഉള്ളിടത്തൊന്നും ഭയമില്ല. അതുകൊണ്ട് നമുക്ക് ഭയപ്പെടാതെ, ഭയമില്ലാതെ ഓരോ ദിവസവും മുന്നോട്ട് പോകാം. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ നിങ്ങളെ അതാത് ജില്ലയിലുള്ള നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ഈ പ്രവർത്തനത്തിന്റെ ഭാഗവാക്കുകൾ. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു. ഈ VBSന് പ്രധാനമായിട്ട് നേതൃത്വം നൽകുന്നത് CF കേരള എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിന്റെ ചുമതല വഹിക്കുന്നത് ബഹുമാനപ്പെട്ട ജോയ് തോമസ് സാറാണ്. ജോയ് തോമസ് സാറിനോടും നിങ്ങളുടെ എല്ലാവരുടെ പേരുള്ള നന്ദി അറിയിക്കുന്നു. ഇനി നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന കഹൂട്ട് ഗെയിമിന്റെ റിസൾട്ട് ഞാനൊന്ന് അനൗൺസ് ചെയ്യാം. ഒരു കാര്യം ഓർക്കുക, സത്യദാസ് സാർ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. സാർ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്: നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഇന്നലെ 220 കൂടുതൽ കൂട്ടുകാര് ഈ ഗെയിമിൽ പങ്കെടുത്തു. പക്ഷേ സാറ് ഒരു ഫിംഗർ പ്രിന്റ് വിദഗ്ധനാണ്. അനേകം കുറ്റാന്വേഷണ കേസുകളിലൊക്കെ സാറ് പല കാര്യങ്ങളും തെളിയിക്കുന്ന ആ ഫിംഗർ പ്രിന്റ് ഒരു നല്ലൊരു വിദഗ്ധനാണ്. അങ്ങനെയായിരുന്നു സാർ ജോലി ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോ ചലനങ്ങളും സാറിന് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ രണ്ടാമതും മൂന്നാമതും ഒക്കെ ഒരേ അക്കൗണ്ടിൽ നിന്ന് വേറെ പേര് മാറ്റിയൊക്കെ കയറിയതൊക്കെ സാർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളതെല്ലാം ഫൗള് ആയിട്ട് കണക്കാക്കിയിട്ട് സാർ തന്നിരിക്കുന്ന ഒരു ലിസ്റ്റാണ് ഞാൻ വായിക്കുന്നത്. വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഈ വായിച്ചതിന് ശേഷം നിങ്ങളിപ്പോഴുള്ള നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്ന സാർമാർക്ക് ഇത് അയച്ചു കൊടുക്കും. അവർ നിങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഇത് അയച്ചു തരും. അപ്പൊ ഒന്നാമത്തെ ഗ്രൂപ്പിൽ, ഫസ്റ്റ് ഗ്രൂപ്പില് ഫസ്റ്റ് നേടിയിരിക്കുന്നത് ജൊഹാന മേരി, സെക്കൻഡ് ലിസ, തേർഡ് സേറ ആൻ തോമസ്. രണ്ടാമത്തെ ഗ്രൂപ്പ് ഏഞ്ചൽ ഫസ്റ്റ്, അക്സ BS സെക്കൻഡ്, ഏഞ്ചല മേരി സെക്കൻഡ്, തേർഡ്. അടുത്ത മൂന്നാമത്തെ ഗ്രൂപ്പ് ആൽവിൻ ഫിലിപ്പ്, ജീവൻ സ്നേഹ, ടീന. ഇവരാണ് 1, 2, 3 സ്ഥാനങ്ങൾ നേടിയിരിക്കുന്നത്. നാലാമത്തെ ഗ്രൂപ്പ് ബെവിൻ വിൽസൺ, ആഷ്ന, ജയോഫ് ആൻഡ് ജോആൻ. അടുത്തത് അഞ്ചാമത്തെ ഗ്രൂപ്പാണ്. അഞ്ചാമത്തെ ഗ്രൂപ്പ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആ ഓർഡറിൽ അങ്ങ് വായിക്കാം. അനുഗ്രഹ ആണ്. 2 ജോഹാൻ സുനിലാണ്. 3 സിയ ലില്ലി ഷൈജു. ആറാമത്തെ ഗ്രൂപ്പ് അലൻ കെ, സെക്കൻഡ് നോയൽ വർഗീസ്, തേർഡ് അർപ്പിത. ഏഴാമത്തെ ഗ്രൂപ്പ് ജോയൽ കെ കോശി, ആനി, അബിഗെയിൽ ആൻഡ് സെല്ല. അടുത്ത എട്ടാമത്തെ ഗ്രൂപ്പ് പവനീത, ഹാസൽ, അനിത. ഒൻപതാമത്തെ ഗ്രൂപ്പ് ഹെലൻ ഷിബു, ആൻവിയ, രാജേഷ്. അടുത്തത് 10ാമത്തെ ഗ്രൂപ്പാണ് ജോ ആൻഡ് ആൻഡ്രിൻ, ജോ ആൻഡ് ആൻഡ്രിൻ. അടുത്തത് സെക്കൻഡ് അലീന, തേർഡ് അനിത.
11ാമത്തെ ഗ്രൂപ്പ് ഹാരോൺ ഷിബു, ഏഞ്ചൽ മാത്യു, ആൻഡ് റേച്ചൽ എന്നിവരാണ്. അപ്പൊ ഈ ലിസ്റ്റ് നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഒക്കെ നടത്തിയിരിക്കുന്ന സാർമാർക്ക് അയച്ചു കൊടുക്കും, അവരെ ഗ്രൂപ്പിലിടും. അങ്ങനെ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ 2 ദിവസവും നിങ്ങൾ വളരെ മനോഹരമായിട്ട് ഈ ഗെയിമിൽ പങ്കെടുത്തു. നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഗെയിം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തന്ന എല്ലാവരും. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. കുറെ പേർക്ക് കളിക്കാനായിട്ട് പറ്റിയില്ല, പക്ഷെ ആദ്യം കയറിയവർക്കെല്ലാം കളിക്കാനായിട്ട് പറ്റി. അപ്പോ ഇന്ന് കഹൂട്ട് ഗെയിം ഉണ്ടായിരിക്കുന്നതല്ല, പക്ഷേ CF കേരളയായിട്ട് വീണ്ടും ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ ക്രമീകരിക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇനി ചെയ്യേണ്ടുന്ന ഒരു ടാസ്ക് പറയാം. ഐസക് സാർ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ദിവസവും വേദോത്സവം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. 2ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ചൈൽഡ് ഇവാഞ്ചലിസം ഫെലോഷിപ്പിന്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്. ഒരുപാട് പ്രോഗ്രാമുകൾ, നമ്മുടെ ആഴ്ചതോറും ഗുഡ് ന്യൂസ് ക്ലാസ്, കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടി കിഡ്സ് റിവൈവല്, വേദപുസ്തക ധ്യാനം പ്രോത്സാഹിപ്പിക്കുന്ന നുറുങ്ങുവെട്ടം, അങ്ങനെയുള്ള അതുപോലെ മനോഹരമായ പാട്ടുകൾ എല്ലാം ഈ ചാനലുണ്ട്. CEF കേരള എന്ന് യൂട്യൂബിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചാനലിൽ എത്താൻ പറ്റും. ഇന്നത്തെ ടാസ്ക് ആണ്, നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഇത് കഴിഞ്ഞിട്ട് CF കേരളയുടെ ചാനൽ സെർച്ച് ചെയ്ത് എല്ലാവരും എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതിനുശേഷം അതിനകത്തുള്ള പ്രോഗ്രാമുകളെല്ലാം കാണണം. അത് നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി. നമ്മുടെ VBSന്റെ അവസാന സമയത്തേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ക്ലോസിംഗ് ഒരു ചുരുങ്ങിയ വാക്കുകളിൽ സമാപന സന്ദേശവും പ്രാർത്ഥനയും നടത്തുവാനായിട്ട് ചൈൽഡ് ഇവാഞ്ചലിസം ഫെലോഷിപ്പ് കേരളയുടെ ചെയർമാൻ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട ബാബു പുല്ലാട് സാറിനെ ക്ഷണിക്കുന്നു. കേൾക്കാം സാറേ. ദൈവനാമത്തെ മാത്രം ഉണ്ടായിരിക്കട്ടെ. ഈ വർഷത്തെ BBSന്റെ അവസാന സെക്ഷനിൽ സംബന്ധിക്കുന്ന എല്ലാ കർത്താവിന്റെ വിലപ്പെട്ട കുഞ്ഞുങ്ങൾക്ക്, അവരുടെ പേരൻസിന്, അവരെ പഠിപ്പിച്ചതായിരിക്കുന്ന അധ്യാപകര്, CF കുടുംബാംഗങ്ങൾ എല്ലാവർക്കും കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ എന്റെ സ്നേഹ വന്ദനം അറിയിക്കുക. ഇന്നത്തെ പാൻഡമിക് സിറ്റുവേഷനിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കൂട്ടിൽ അടയ്ക്കപ്പെട്ടതായ കിടികളെ പോലെ ഒരു വലിയ മാനസികമായ സംഘർഷത്തിലാണ്. വാതോരാതെ സംസാരിച്ചുകൊണ്ടിരുന്നവരുടെ വാ മൂടിക്കെട്ടി പൊട്ടിച്ചിരിക്കുന്നതായ കുഞ്ഞുങ്ങൾക്ക് പൊട്ടിച്ചിരിക്കാൻ കഴിയാതെ പോയി. പക്ഷികളെ പോലെ പറന്നു നടന്നതായ കുഞ്ഞുങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കുവാൻ കഴിയാതെ അകന്നു നിൽക്കേണ്ട സാഹചര്യം വന്നു. സ്നേഹപൂർവ്വം കെട്ടിപ്പിടിക്കുവാൻ കഴിയാതെ വന്നു. ഇതിനൊക്കെ പരിമിതി ഉണ്ടായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. മറ്റൊന്ന്, ഇന്റർനെറ്റ് എന്ന് പറയുന്നതായ വലയ്ക്കകത്ത് കൂച്ചുവിലം ഇട്ട് കിടക്കുന്നതായ ഒരവസ്ഥയിൽ നമ്മുടെ കുഞ്ഞുങ്ങളായിപ്പോയി. സ്കൂളിലെ പാഠങ്ങളൊക്കെ പഠിക്കുന്നതായ ആ ഇന്റർനെറ്റ് മാത്രം കണ്ണും കാതും ഒക്കെ ഫോക്കസ് ചെയ്ത് കിടക്കും. ഇതിന് നടുവിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒന്ന് റിഫ്രഷ് ചെയ്യുവാൻ, അവരുടെ വിശ്വാസം ദൈവത്തിൽ ഒന്ന് ഫോക്കസ് ചെയ്യുവാൻ, ഇന്നത്തെ ജീവിതത്തിന്റെ മഹാമാരിയുടെ യാഥാർത്ഥ്യത്തെ ഭയം കൂടാതെ അഭിമുഖീകരിക്കുവാൻ, കർത്താവിന്റെ വലങ്കരത്തിന് പിടിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഭയം കൂടാതെ മുന്നേറുമെന്നുള്ളതായ ഒരു വലിയ വിശ്വാസത്തോടെ മുന്നേറുവാൻ VBS അഭ്യസനം സഹായിക്കും എന്നതിന് 2 പക്ഷമില്ല. 2021 CF കേരളയുടെ ആഭിമുഖ്യത്തിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ VBS നടത്തുവാൻ സർവശക്തൻ തുടർച്ചയിൽ ഞാൻ ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ കരയറ്റുകയാണ്. ഏതൊരു കാര്യവും വിജയിക്കണമെങ്കിൽ അതിന്റെ പിമ്പിൽ പെയിൻ ആൻഡ് റിസ്ക് എടുക്കുവാൻ കുറച്ചുപേര് വേണം. ഇതിന് പിമ്പിൽ നാളുകളുടെ അധ്വാനമുണ്ട്, നാളുകളുടെ ചിന്തയുണ്ട്. ഒരു വലിയ ടീം ഇതിന്റെ പിമ്പിൽ പ്രവർത്തിച്ചു. നമ്മുടെ CFന്റെ പ്രവർത്തകരെ തമ്പുരാൻ അതിനെ സജ്ജരാക്കിയിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും അതിനുവേണ്ടി പെയിൻ ആൻഡ് റിസ്ക് എടുത്തതായ എല്ലാവരെയും അഭിനന്ദിക്കുകയും ചെയ്യാം. ഇതിൽ പാർട്ടിസിപ്പേറ്റ് ആയതായ വളരെ വിലപ്പെട്ട കർത്താവിന് വളരെ വിലപ്പെട്ടതായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അവരെ ഞാൻ പ്രശംസിക്കുകയാണ്. അവരെ പ്രോത്സാഹിപ്പിച്ച് അയച്ചതായിരിക്കുന്ന മാതാപിതാക്കളെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ്. അവർക്ക് പാട്ടുകൾ പാടിക്കൊടുത്തു, കഥകൾ പറഞ്ഞു കൊടുത്തു, വിവിധ രീതിയിൽ അവരെ വളർത്തുവാൻ ശ്രമിച്ചതായിരിക്കുന്ന അധ്യാപകർ, എല്ലാറ്റിനേക്കാൾ ഉപരിയായി CF കുടുംബാംഗങ്ങളെ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നമ്മുടെ പാഠങ്ങൾ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക്, ദൈവരാജ്യത്തിന് ഒരു മുതൽക്കൂട്ടായി തീരുവാൻ സർവേശ്വരൻ നമ്മളെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ,
അവരെ തടയരുന്ന് അളിച്ചത് ഞങ്ങളുടെ സ്വർഗീയ പിതാവേ. കഴിഞ്ഞ 3 ദിവസം കർത്താവെ 500-നോട് അടുത്ത് കുഞ്ഞുങ്ങൾ ദൈവവചനം പഠിക്കുവാനായിട്ട് നീ കൊടുത്തതായിരിക്കുന്നതായ വലിയ പ്രചോദനത്തിനായിട്ട് സ്തോത്രം. അവിടെ മാതാപിതാക്കളത്തിന് പിന്നെ അനുഗ്രഹിക്കണം. ഈ ക്ലാസ്സിൽ സംബന്ധിച്ചതായ ഒരൊറ്റ കുഞ്ഞും ലോകത്തെ തോറ്റുപോകുവാൻ നീ അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ബുദ്ധിയുടെ വികാസം കൊടുക്കണം, ഓർമ്മശക്തി വർദ്ധിപ്പിച്ചു കൊടുക്കണം, പഠിക്കുവാൻ താല്പര്യം കൊടുക്കും. അവർ പഠിച്ച് മിടുക്കരായി കർത്താവെ ലോകത്തിൽ നിനക്കും ദൈവസഭയ്ക്കും പ്രയോജനമുള്ള അനുഗ്രഹിക്കപ്പെട്ട മാനപാത്രങ്ങളായി തരുവാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആ കുഞ്ഞുങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു കർത്താവെ. അവിടെ മാതാപിതാക്കളത്തിന് വേണ്ടി അനുഗ്രഹിക്കണം. CF കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണം. ചെറുതും വലുതുമായിരിക്കുന്ന രീതിയിൽ വിവിധ രീതിയിൽ ഈ പ്രവർത്തനങ്ങൾക്ക് കർത്താവെ പ്രോത്സാഹനം ചെയ്ത എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കർത്താവെ. ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മുതൽക്കൂട്ടായി തീരുന്നതിന് സഹായിക്കണം. ശത്രു യാതൊരു വിധത്തിലും കള വിതയ്ക്കുവാൻ നീ അനുവദിക്കരുത്. കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ കടന്നതായ വിത്തുകൾ കൊത്തിക്കൊണ്ട് പോകുവാൻ പറവകളെ നീ അനുവദിക്കരുതേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരവരുടെ ഭവനത്തില്, അവരുടെ കൂട്ടുകാരുടെ നടുവില്, അവരുടെ രാജ്യത്ത് അനുഗ്രഹിക്കപ്പെട്ട ഭയരഹിതമായി ജീവിതം നയിക്കുവാൻ എല്ലാവരെയും തിരുമേനി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, പുത്രനാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സമാധാനം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹവാസം നാം എല്ലാവരോടുകൂടിയും ഈ മീറ്റിംഗ് സംബന്ധിച്ച കുഞ്ഞുങ്ങളോടുകൂടിയും അധ്യാപകരോടുകൂടിയും CF കുടുംബാംഗങ്ങളോടുകൂടിയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഇപ്പൊ കൂട്ടുകാരെ, നമ്മളുടെ VBSന്റെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങൾ ഈ VBSൽ 3 ദിവസം പങ്കെടുത്തു. നിങ്ങൾക്ക് ഇത് എങ്ങനെ പ്രയോജനപ്പെട്ടു എന്നുള്ളത് നിങ്ങൾ ഏത് സാറിന്റെ പക്കലാണോ രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത്, അതായത് ഏത് ജില്ലയിലാണോ രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത് അവർക്ക് അയച്ചു കൊടുക്കണം. അതായത് നിങ്ങൾക്കിത് പ്രയോജനപ്പെട്ടോ, നിങ്ങളെടുത്ത തീരുമാനം എന്താണ് എന്നൊക്കെയുള്ള കാര്യം. അപ്പോൾ നമ്മുടെ തീം സോങ് നമുക്ക് ഈ വർഷത്തെ ഓൺലൈൻ VBS, അതായത് നമ്മൾ എല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്ന ഏതാണ്ട് ഈ 3 ദിവസങ്ങളിലും 1500-ൽ കൂടുതൽ കുട്ടികൾ ഇതിൽ പങ്കെടുത്തു. അപ്പൊ തീർച്ചയായിട്ടും 500 ഡിവൈസുകളിൽ നിന്നായിട്ട്, ഡിവൈസ് 500 ആണ്, പക്ഷെ 3, 4, 5 പേരൊക്കെ ഇരുന്ന കുട്ടികളുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് തീം സോങ് ഒരുമിച്ച് പാടാം. നമ്മുടെ VBS അവസാനിപ്പിക്കാം. യേശുവിൽ ആശ്രയിക്കാം, യേശുവിൽ ആശ്രയിക്കാം. ഓക്കേ, ഗുഡ് ബൈ, ബൈ ബൈ. നമുക്ക് VBS ഇഷ്ടപ്പെട്ടവരെല്ലാം ലൈക്ക് is over, we are going home. Goodbye, 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 we are going home. VBS is over, we are going home. Goodbye, 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 we are going home. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ നമുക്ക് എല്ലാവർക്കും പിന്നീട് കാണാം. എല്ലാവരും കോവിഡ് പ്രോട്ടോകോൾ ഒക്കെ പാലിച്ച് പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ഒക്കെ ധരിച്ച് സാനിറ്റൈസർ ഒക്കെ യൂസ് ചെയ്ത് കൈയൊക്കെ വൃത്തിയായി കഴുകി ആൾക്കൂട്ടത്തിലെങ്ങും പോകാതെ വളരെ സുരക്ഷിതരായിട്ടായിരിക്കും. ദൈവം നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കുക. ബൈ. എല്ലാവർക്കും ബൈ.